ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. LDF കൺവീനർ സ്ഥാനത്തുനിന്നും മാറ്റിയപ്പോഴേ EP പറഞ്ഞിരുന്നു ഇനി സജീവ രാഷ്ട്രീയത്തിലേക്കില്ല എന്നും പറയാനുള്ളത് പുസ്തകമാക്കുമെന്നും. പക്ഷേ ആത്മകഥയോ ജീവചരിത്രമോ അല്ല, അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള തുറന്നെഴുത്ത് എന്ന ആമുഖത്തോടെ പുറത്തു വന്നിരിക്കുന്ന പുസ്തകത്തിന്റെ പിതൃത്വം നിഷേധിക്കുകയാണിപ്പോൾ EP. പരിപ്പുവടയും കട്ടൻ ചായയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പുസ്തകത്തിൽ പറയുന്നതൊക്കെയും EP-യുടെ ജീവിതത്തിലെ അധ്യായങ്ങൾ തന്നെയാണ്. പഠനകാലം മുതൽ ദേശാഭിമാനിയിലെ മാറ്റങ്ങൾ, സാന്റിയാഗോ മാർട്ടിൻ, വൈദികം റിസോർട്ട് തുടങ്ങി തന്റെ അബദ്ധ പ്രതികരണം വരെ വിശദമാക്കുന്ന 180 പേജുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസം വരുത്തിയ അബദ്ധത്തിന്റെ തുടർച്ച ഈ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിവസം ആവർത്തിക്കുമ്പോൾ EP-യുടെ ന്യായത്തിന് ബലമുണ്ടോ? പ്രസാധനം നിർമ്മിതിയിലെ സാങ്കേതിക പ്രശ്നം മൂലം നീട്ടിവെച്ചുവെന്ന വിശദീകരണത്തിൽ ഒതുക്കാമോ DC-യുടെ മറുപടി? അവസരവാദത്തിലൂടെ സ്ഥാനാർത്ഥിയായെന്ന് പറഞ്ഞ സരിന് വേണ്ടി നാളെ EP-യെ പാലക്കാട്ടെത്തിച്ച് കേടുതീർക്കാനുള്ള നീക്കത്തിലാണ് പാർട്ടി. EP കലക്കിയോ എന്നതാണ് ചോദ്യം. ഇതൊരു തോന്നിയാസ വാർത്ത എന്ന പാർട്ടി സെക്രട്ടറി പറഞ്ഞുകൊണ്ടാവാം ഒരുപക്ഷെ CPM പ്രതിനിധികൾ ഈ ചർച്ചയിലില്ല. കോൺഗ്രസിൽ നിന്നും രാജു P. നായർ, ഇടത് നിരീക്ഷകൻ ഡോക്ടർ B. ജയരാജ്, രാഷ്ട്രീയ നിരീക്ഷകൻ NP ചെക്കുട്ടി എന്നിവരാണ്. ആദ്യം ഞാൻ NP ചെക്കുട്ടിയിലേക്കാണ് പോകുന്നത്. ശ്രീ NP ചെക്കുട്ടി, ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട 180 പേജുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ യഥാർത്ഥത്തിൽ പെട്ടിരിക്കുന്നത് EP ആണോ, പാർട്ടിയാണോ, അതോ DC ആണോ? ഇതിൽ ഏറ്റവും വലിയ ഒരു വന്നിരിക്കുന്നത് DC ബുക്സിനാണ്. കാരണം DC കിഴക്കേമുറിയുടെ കാലം മുതൽ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന വിശ്വാസ്യതയുള്ള ഒരു പ്രസിദ്ധീകരണം എന്ന സ്ഥാപനം എന്ന നിലയിലാണ് DC ബുക്സ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു പുസ്തക വിവാദം ഉണ്ടാവുക, അവർ പ്രസിദ്ധീകരിക്കുന്ന ഒരു പുസ്തകം എഡിറ്റോറിയലായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള കൺസൾട്ടേഷൻ ഇല്ലാതെ നടന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. രണ്ടാമത്തെ കാര്യം, എഴുത്തുകാരൻ പറയുന്നു ഞാൻ എഴുതിയിട്ടില്ല, ഞാൻ കരാറ് കൊടുത്തിട്ടില്ല എന്ന്. അത്തരം കാര്യങ്ങളിൽ ഒരു വിശദീകരണത്തിന് പോവാതെ ഇത് സാങ്കേതികമായ കാരണങ്ങളാൽ പ്രസാധനം നീട്ടിവെക്കുകയാണ് പ്രസാധകർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഏറ്റവും വലിയ ഡാമേജ് കേരളത്തിലെ പ്രസാധന രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനത്തിന് വലിയ ഡാമേജ് ഉണ്ടായെന്നുള്ള കാര്യം തർക്കമില്ല. പക്ഷേ EP ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ്. രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം നിലപാടുകൾ മാറ്റാനും മറിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇങ്ങനെയൊരു പുസ്തകം പ്രസാധനം ചെയ്ത കാര്യം നേരത്തെ തീരുമാനിച്ചത്? അത് എന്തുകൊണ്ട് ജയരാജനുമായിട്ട് വേണ്ട വിധം കൺസൾട്ട് ചെയ്തില്ല? തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. ഒരു സാധ്യത ചോദിക്കുകയാണ്. ഒരു സൂചന സ്വാഭാവികമായും EP-ക്ക് നൽകിയിട്ടുണ്ടാകില്ലേ? അതൊന്ന്. രണ്ടാമത്തത്, നമ്മൾ ആ വായിച്ച 180 പേജായാലും EP-യുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കൃത്യമായി EP പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതൊന്നുകൂടി വിശദമാക്കുന്ന വിവാദങ്ങളിൽ അദ്ദേഹം അതിൽ പാർട്ടിയെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് സ്വയം ന്യായീകരിക്കുന്ന ഭാഗങ്ങൾ വരെയുണ്ട്. അപ്പോൾ അത് വേറെ ഒരാൾ എഴുതിയതാണെന്ന് നമുക്ക് തോന്നുകയില്ല. അത് EP തന്നെ പറഞ്ഞുകൊടുത്ത് എഴുതിച്ചതാകാം ഒരു പക്ഷേ ഇന്നത്തെ ദിവസം അത് പുറത്തിറക്കുക, അതിലെ പേജുകൾ പുറത്തു വരിക എന്നുള്ളത് ഒരു വിപണന തന്ത്രം. നമുക്കറിയാം DC ബുക്സ് നന്നായി കച്ചവടം നടത്താൻ അറിയുന്ന പ്രസാധകർ തന്നെയാണ്. നേരത്തെ മീശ വിവാദം വന്ന ഘട്ടത്തിൽ അത് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രസാധനം നിർവഹിക്കുമ്പോൾ അതിലെ വിവാദമായ ഹരീഷിൻ്റെ പുസ്തകത്തിലെ വിവാദമായ ഒരു വരി മാറ്റിയ ശേഷം തന്നെയാണ് പ്രസിദ്ധീകരിച്ചത്. പക്ഷേ അത് പുറത്തറിയാത്ത വിധത്തിൽ മീശ പുസ്തകം നല്ല രീതിയിൽ വിറ്റഴിക്കപ്പെട്ടു എന്നുള്ളത് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ വിറ്റഴിക്കാനായി 13-ാം തീയതി ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പുറത്തുവിടാം എന്ന വിപണന തന്ത്രം, ആ തന്ത്രം പ്രയോഗിക്കുകയായിരുന്നു. പക്ഷേ അത് പൊളിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ല, അതങ്ങനെ പൊളിയാൻ പറ്റില്ലല്ലോ. നിങ്ങളൊരു വിപണന തന്ത്രം നടപ്പിലാക്കുന്ന സമയത്ത് ആ വിപണന തന്ത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ നിങ്ങളുടെ പുസ്തകം എഴുതിയ ആളാണ്. പുസ്തകം എഴുതിയ ആളുടെ അനുമതിയില്ലാതെ പുസ്തകത്തിൻ്റെ ഭാഗങ്ങൾ പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് ശരിയല്ല. മാത്രമല്ല, അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയും ഞാനത് എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എഴുതിയിട്ടില്ല എന്ന് തന്നെയാണല്ലോ അർത്ഥം. EP ജയരാജനെയാണല്ലോ ഇന്ന് രാവിലെ തന്നെ മുതൽ പത്രങ്ങളിൽ വിളിച്ച് TV-ൻ്റെ മുമ്പിൽ വന്ന് ഞാൻ ഈ സാധനം എഴുതിയിട്ടില്ല. അദ്ദേഹം ആത്മകഥ എഴുതുന്നുണ്ടെന്ന കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പല പ്രസാധകരും തന്നെ സമീപിച്ച അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. DC ബുക്സ് സമീപിച്ചായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. എഴുത്തുകാരനായിട്ട് ഒരാളെ നിയമിച്ചതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ എഴുതിയതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ DC ബുക്സിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു വിപണന തന്ത്രം ഉപയോഗിക്കുകയാണെങ്കിൽ, വിപണന തന്ത്രം സ്വന്തം മുഖത്ത് ബോംബ് വീഴുന്ന മാതിരി വിപണന തന്ത്രം ആരെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ? ഇത് CPM-ന് പറ്റുന്ന അബദ്ധങ്ങളാണ്. ഈ കണ്ണൂർ വടകരയിൽ ഈ മറ്റേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടാക്കിയിരുന്നു, മറ്റേ ഈ കാഫിർ വിവാദമായിട്ട്. അത് അവരുടെ മുഖത്ത് തന്നെ അടിച്ചു. ഏതാണ്ട് ആ തരത്തിൽ കാഫിർ വിവാദം
വിവാദം CPM-നെ എങ്ങനെ ബാധിച്ചോ അതേ തരത്തിലാണ് ഈ പുസ്തക വിവാദം യഥാർത്ഥത്തിൽ DC ബുക്സിനെ ജീവിതകാലം മുഴുക്കി അവർക്ക് ഈ നാണക്കെട്ടിന് പുറത്തു വരാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് വിപണന തന്ത്രമാണെങ്കിൽ ലോകത്ത് ഇന്ന് വരെ ഒരു സ്ഥാപനം ഇങ്ങനെ ഒരു കോൺട്രാക്ട് ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തുവിട്ടാൽ മതി അല്ലേ? ശ്രീ NP ചെക്കുട്ടി, ഇപ്പോൾ DC ബുക്സിനെ സംബന്ധിച്ച് സാധ്യമാകുന്ന കാര്യം ഒരു കരാർ ഒപ്പിട്ടുണ്ടെങ്കിൽ ആ കരാർ പുറത്തുവിടുക. EP പറയുന്നത് അങ്ങനെ ഒരു കോൺട്രാക്ട് ഇല്ല എന്നാണ്. അതെ, EP പറയുന്ന അങ്ങനെ കരാറില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കരാർ ഉണ്ടെങ്കിൽ വിശദീകരിക്കണം. കരാറിനായി അയച്ചു കൊടുത്തിട്ട് ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ ഇത് പുറത്തുവിട്ടു എന്നുള്ള സാമർഥ്യമാണ് DC ബുക്സിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഒരു വരി വിശദീകരണമാണല്ലോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രണ്ട് വരി. കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പുസ്തകത്തിന്റെ പ്രസാധനം നിർമ്മിതിയിലുള്ള സാങ്കേതിക പ്രശ്നം മൂലം കുറച്ചു ദിവസത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നു. ഉള്ളടക്കത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വ്യക്തമാകുന്നതാണ്. ഈ വിശദീകരണത്തെ എങ്ങനെ വിലയിരുത്തണം ശ്രീ NP ചെക്കുട്ടി? പണത്തിനോടുള്ള ആർത്തി അപ്പം നമുക്കൊക്കെ ഉണ്ടാവും. പണം കിട്ടണം, പണം ഉണ്ടാക്കണം എന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷെ പണത്തിനോടുള്ള ആർത്തി ഒരു പരിധി കവിഞ്ഞ് പോകുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഇമ്മോറലായിട്ടുള്ള അധാർമികമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് കമേഴ്ഷ്യൽ സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ ചെന്ന് ചേരുന്നത്. അപ്പോൾ കേരളത്തിലൊരു വലിയ പ്രധാനപ്പെട്ട സ്ഥാപനമായതുകൊണ്ട്, സാംസ്കാരിക സ്ഥാപനമായതുകൊണ്ട്, മാധ്യമ സ്ഥാപനമായതുകൊണ്ട് ജനങ്ങൾ അങ്ങനെ പരസ്യമായിട്ട് വിമർശിക്കില്ല എന്നൊരു തോന്നലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് അവർക്ക് പ്രേരണയാവുന്നത്. ഇതൊരു പാഠമാണ്. ഇത് മാധ്യമങ്ങൾക്കൊരു പാഠമാണ്, ഇത് മാധ്യമ സ്ഥാപനങ്ങൾക്കൊരു പാഠമാണ്. കേരളത്തിലെ സാംസ്കാരിക രംഗത്ത് ഈ തരത്തിലുള്ള ഒരു സാംസ്കാരിക ഗുണ്ടായിസം പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒരു പാഠമാവണം. കാരണം ഈ നിലയിലല്ല പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കേണ്ടത്, ഈ നിലയിലല്ല എഴുത്തുകാരുമായിട്ട് ഇടപെടേണ്ടത്. എഴുത്തുകാരുമായിട്ട് മാന്യമായിട്ടുള്ള തരത്തിൽ ഇടപെടണം. അവർ പറയാത്ത സംഗതികൾ അവരുടെ അനുവാദമില്ലാതെ പ്രസിദ്ധീകരിക്കുന്നതും ഒരു കാരണവശാലും മാധ്യമ പ്രവർത്തനത്തിൻ്റെ പുസ്തക പ്രസാധന രീതിയുടെ ഭാഗമേ അല്ല, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതുമല്ല. ശരി, ശ്രീ രാജു പി നായർ, നിങ്ങൾ ഇതിനെ രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത്. കാരണം ഇത് ഉപതെരഞ്ഞെടുപ്പ് ദിവസം, നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസം ജാവ്ദേക്കർ കൂടിക്കാഴ്ച പറഞ്ഞതുപോലെ EP-ക്ക് പറ്റിയൊരു അബദ്ധമായി നിങ്ങൾ വിലയിരുത്തുന്നു. പക്ഷേ EP അത് നിഷേധിക്കുന്നു. ഇപ്പോൾ വക്കീൽ നോട്ടീസ് നൽകുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ DC ബുക്സ് ചെയ്തതിനെ കുറിച്ച് ഇപ്പോൾ ശ്രീ NP ചെക്കുട്ടി പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? അതിനപ്പുറം ഇതിലെ രാഷ്ട്രീയം മാത്രമാണോ നിങ്ങൾ കാണുന്നത്? ഞങ്ങൾ രാഷ്ട്രീയത്തിനപ്പുറം ഇതിനെ ലോജിക്കലായിട്ട് കാണാൻ ശ്രമിക്കുകയാണ്. ഒന്ന് നോക്കൂ, ഈ DC ബുക്സിന് വലിയ വിശ്വാസ്യതയുള്ളൊരു പ്രസാധക സ്ഥാപനമാണ് DC ബുക്സ്. ആ DC ബുക്സ് EP ജയരാജനെ പോലെ ഒരു നേതാവ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥ എഴുതുമ്പോൾ, ആ ആത്മകഥ അതിന് പ്രോപ്പറായിട്ടുള്ള ലീഗൽ സൈഡ് നോക്കാതെ ആ ഒരു ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവും എന്നുള്ളത് സാമാന്യ ബുദ്ധി കൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ആ സാമാന്യ ബുദ്ധിയെ ഒരു ഉറപ്പ് നൽകുന്ന രീതിയിലാണ് DC ബുക്സ് അതിനൊരു വ്യക്തത വരുത്തിക്കൊണ്ട് വന്നിട്ടേക്കുന്നത്. അതിപ്പോൾ തൽക്കാലം നീട്ടിവെക്കുന്നു എന്ന് പറഞ്ഞത്. ആ നീട്ടിവെക്കുന്നു എന്ന് പറയുമ്പോൾ പോലും അതിൻ്റെ കണ്ടന്റിൽ ഉണ്ടായിരുന്നതിനെ സംബന്ധിച്ച് DC ബുക്സ് നിഷേധിക്കുന്നില്ല. പറഞ്ഞത് എഴുതിയത് എന്താണെന്ന് പ്രസിദ്ധീകരിക്കുമ്പോൾ കാണാൻ സാധിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ എഴുതിയ കണ്ടന്റ്, പുറത്തു വന്ന കണ്ടന്റ് DC ബുക്സ് നിഷേധിച്ചിട്ടില്ല. DC ബുക്സ് താൽക്കാലികത മാറ്റിവെച്ചതിനെ സംബന്ധിച്ചൊക്കെ നമുക്കറിയാം. DC ബുക്സ് ഒക്കെ എന്തൊക്കെയാണെങ്കിലും ഒരു വ്യാപാര സ്ഥാപനം തന്നെയാണല്ലോ. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായിട്ടും തിരിച്ചടി ഉണ്ടാകുമ്പോൾ അവർക്ക് അത് മാറ്റിവെക്കേണ്ടതായിട്ട് വരും. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ EP ജയരാജൻ പറയുന്നത് വിശ്വസിക്കാൻ സാധിക്കുമോ? എങ്ങനെയാണ് EP ജയരാജൻ പറയുന്നത് വിശ്വസിക്കാൻ സാധിക്കുന്നത്? ഇന്നലെ രാത്രി 9 മണിക്ക് DC ബുക്സ് അവരുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാ പേജിലും ഇതിൻ്റെ കവർ പേജ് പങ്കുവെച്ചുകൊണ്ട് ഇത് ബുക്ക് പ്രസിദ്ധീകരിക്കുന്നു എന്നുള്ളത് ഇന്നലെ രാത്രി 9 മണിക്ക് EP ജയരാജനെ ടാഗ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടല്ലോ. ഇന്ന് രാവിലെ 7:30 മണി വരെ EP ജയരാജൻ ഇത് അറിഞ്ഞില്ലേ? തൻ്റെ സോഷ്യൽ മീഡിയ പോലും ടാഗ് ചെയ്ത് DC ബുക്സ് തൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ പോകുന്നു എന്നുള്ളത് EP ജയരാജൻ അറിഞ്ഞില്ല എന്ന് വിശ്വസിക്കാൻ കഴിയുമോ? സ്മൃതി, കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പായിട്ട് നോക്കൂ, EP ജയരാജൻ VS അച്യുതാനന്ദൻ്റെ ശിഷ്യനായി മാറിയിരിക്കുക. പലപ്പോഴും നമ്മൾ ഒരാളെ ദേഷ്യത്തോട് കണ്ടു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അയാളുടെ സ്വഭാവം നമുക്ക് കിട്ടുമെന്ന് പറയാം, നമ്മൾ ഒരാളോട് എപ്പോഴും എതിർത്ത് നിൽക്കുമ്പോൾ. അതേപോലെ VS അച്യുതാനന്ദൻ്റെ സ്വഭാവം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണോ നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പ് ദിവസം VS അച്യുതാനന്ദൻ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയത്, അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു പോരാട്ടത്തിന് വേണ്ടി പ്രതിസന്ധിയിലാക്കിയത്, അതേപോലെ EP ജയരാജൻ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാൻ തെരഞ്ഞെടുപ്പ് ദിവസമാണ്. അതുകൊണ്ടാണല്ലോ ഈ പ്രകാശ് ജാവ്ദേക്കറിനെ കണ്ടതിനെ സംബന്ധിച്ച് ഒരു തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ വന്നിട്ട് വോട്ടിംഗ് തുടങ്ങുന്ന സമയത്ത് ഞാൻ കണ്ടു എന്ന് പറയുന്നത് അണികളിൽ
എത്രമാത്രം ആശയക്കുഴപ്പം ഉണ്ടാക്കും എന്നും മനസ്സിലാക്കാത്തൊരു നേതാവല്ലല്ലോ ഇപ്പം അദ്ദേഹം പലപ്പോഴും ഈ പറയുന്ന മാതിരി ചില നമ്മളെയൊക്കെ ചിരിപ്പിക്കുന്ന പ്രസ്താവനകളൊക്കെ നടത്തിക്കൊണ്ട് അങ്ങനത്തെ ഒരു ഇമേജൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. മനസ്സുകൊണ്ട് വലിയ ഒരു കുഴപ്പക്കാരനല്ലെന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ അദ്ദേഹത്തിന് കൃത്യമായ പ്ലാൻ ആ തെരഞ്ഞെടുപ്പിൽ എക്സിക്യൂട്ട് ചെയ്തു. അതേപോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് ദിവസം CPM-ന് ഏറ്റവും നിർണായകമായിട്ടുള്ള സമയത്ത് ഇത്തരത്തിലൊരു സംഭവം വന്നത് യാദൃശ്ചികമല്ല. അത് കൃത്യമായിട്ട് EP ജയരാജന്റെ പ്ലാനാണ്. ഇന്ന് രാവിലെ ഈ ചർച്ച ഉണ്ടാക്കുക എന്നുള്ളത് EP ജയരാജന്റെ പ്ലാനാണ്. നോക്കൂ, അദ്ദേഹം ഉദ്ദേശിച്ച കാര്യം നടന്നു കഴിഞ്ഞു. CPM കേന്ദ്രങ്ങളിലകത്ത് മുഴുവൻ ആശങ്കയും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പവും ഉണ്ടായിക്കഴിഞ്ഞു. പാലക്കാട് ഏറ്റവും വലിയ ഒരു പോരാട്ടം നടക്കുന്നിടത്ത് ആ സ്ഥാനാർത്ഥിയെ ഡിസ്ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. EP ജയരാജനെ സംബന്ധിച്ചിടത്തോളം അടുത്ത 7 ദിവസം ആ പാലക്കാടിലെ സ്ഥാനാർത്ഥിയെ കൂടി ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന രാഷ്ട്രീയ ലക്ഷ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞു. പിന്നെ പറയുന്ന കാര്യം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇല്ലേ? നമ്മൾ വൈദേഹം റിസോർട്ടിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം എന്താ പറഞ്ഞത്? ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, ഞാൻ എന്താ പ്രതിപക്ഷ നേതാവിന് വേണമെങ്കിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ എഴുതിത്തരാമെന്ന് പറഞ്ഞു. അവസാനം എന്ത് പറഞ്ഞു? എൻ്റെ ഭാര്യയ്ക്ക് അതിനകത്ത് ഷെയറുണ്ട്, ഞാൻ ഭാര്യയും രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഭാര്യയും ഒരുമിച്ചാണ് ബിസിനസ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ? പ്രകാശ് ജാവ്ദേക്കറിനെ കണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ആദ്യം പച്ചക്കള്ളം എന്നല്ലേ പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തന്നെ വന്ന് സമ്മതിക്കേണ്ടി വന്നില്ലേ? CPM-ന്റെ ശൈലി കുറച്ച് നാളത്തല്ലേ ADGP അജിത് കുമാറും RSS-ന്റെ നേതാവുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ എന്തൊക്കെയായിരുന്നു? പ്രതിപക്ഷ നേതാവിനെ അല്ലേ ആക്ഷേപിച്ച മുഴുവൻ? അവസാനം വന്ന് പറയേണ്ടി വന്നില്ലേ? കണ്ടു എന്നുള്ളത് പറയേണ്ടി വന്നില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഈ CPM ഇന്ന് ഭാവനാ സൃഷ്ടികൾ കൊണ്ട് ജനങ്ങളുടെ ഒരു മിനിമം എന്താ പറയുക കോമൺ സെൻസിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് വന്നിരിക്കുന്നത് EP ജയരാജന്റെ ലക്ഷ്യമാണ്. താൻ അകത്ത് നിന്ന് CPM-നെ തകർത്ത് കളയും എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു ചാവേറായിട്ട് EP ജയരാജൻ മാറിയിരിക്കുന്നത്. അല്ലാണ്ട് EP ജയരാജൻ ഒരു രാഷ്ട്രീയ ബോധവും ഇല്ലാത്തതൊന്നും നമ്മൾ വിചാരിക്കുന്നത്. കച്ചവടമൊക്കെ അദ്ദേഹത്തിന് വലിയ കാര്യമാണ്. അദ്ദേഹം കച്ചവടമൊക്കെ നടത്തും. ചിലപ്പോൾ ഇൻഡിഗോയൊക്കെ അദ്ദേഹം ഭീഷണിപ്പെടുത്തും, ചിലപ്പോൾ അത് പിന്നീട് തിരുത്തും. ഇതൊക്കെ സമയാസമയങ്ങളിൽ എപ്പോൾ പ്രശ്നം ഉണ്ടാക്കണം, എപ്പോൾ തിരുത്തണം, അത് കഴിയുമ്പോൾ എപ്പോൾ ആ പ്രശ്നം പിന്നെയും വർദ്ധിപ്പിക്കണം എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന. പക്ഷേ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ടല്ലോ, വിവാദം അവസാനിപ്പിക്കാനുള്ള ഏക വഴി എന്നുള്ളത് ആ കോൺട്രാക്ട് ഒന്ന് പുറത്തു വിടുക എന്നുള്ളതാണ്. അതെന്താണ് DC ബുക്സ് ചെയ്യാത്തത്? അപ്പോൾ അങ്ങനെ ഒരു കരാറില്ലേ? അല്ല, അത് DC ബുക്സിനെ സംബന്ധിച്ചിടത്തോളം DC ബുക്സും CPM-ന്റെ നേതൃത്വവുമായിട്ട് ഇന്ന് രാവിലെ പ്രശ്നം ഉണ്ടാക്കിയതിനു ശേഷം ഉണ്ടാക്കിയിട്ടുള്ള എന്താണ് ധാരണ എന്നുള്ളതായിരിക്കും. എന്ത് ധാരണ ഉണ്ടാക്കിയതായിരിക്കും? സ്മൃതിക്ക് തോന്നുന്നുണ്ടോ? കോപ്പിറൈറ്റ് വയലേഷൻ നടത്തിക്കൊണ്ട് ആ DC ബുക്സിനെതിരെ വലിയ നിയമ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നത്തിൽ അത്രമാത്രം അലക്ഷ്യമായിട്ട് DC ബുക്സ് കൈകാര്യം ചെയ്യുമെന്ന് സ്മൃതി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നല്ല നമസ്കാരം എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. DC ബുക്സിനെ സംബന്ധിച്ചോളം ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ സ്മൃതി, ഈ പാർട്ടിക്ക് യാതൊരു പ്രശ്നവുമില്ലാത്ത കണ്ടന്റാണ് EP ജയരാജന്റെ ആത്മകഥയിൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ചിന്ത പബ്ലിക്കേഷൻസിന്റെ പ്രസാധകനായി മാറുന്നില്ല? EMS-ന്റെ മുതലും ഇങ്ങോട്ടേക്കുള്ള ഏറ്റവും വലിയ നേതാക്കന്മാരുടെ കൃതികൾക്കും ആത്മകഥകൾക്കും എല്ലാം ചിന്ത പബ്ലിക്കേഷൻ ആയിരുന്നില്ല പ്രസാധകർ. ഒന്നാമത്തെ കാര്യം, LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ഘട്ടത്തിൽ ഞാൻ ഇനി സജീവ രാഷ്ട്രീയത്തിനില്ല എന്നും താൻ പുസ്തകം എഴുതാൻ പോകുന്നു, പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ എഴുതാൻ പോകുന്നു എന്നൊരു പ്രതികരണം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അത് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. അങ്ങനെ എഴുതുമ്പോൾ ചിന്താ പബ്ലിക്കേഷൻസിലൂടെ അല്ലല്ലോ അത് പറയാൻ ഉദ്ദേശിക്കുക. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുക എന്ന് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. അതെ, അതാ ഞാൻ പറഞ്ഞത്. ആയിക്കോട്ടെ, അപ്പൊ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ CPM വിടുന്നു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇനി ചിന്താ പബ്ലിക്കേഷൻ CPM-കാരുടെ മാത്രമല്ലല്ലോ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. കണ്ടന്റ് ആ പുസ്തകത്തിനകത്തുണ്ട്. അതെ, ആ ചിന്താ പബ്ലിക്കേഷൻസ് സെൻസർ ചെയ്യാൻ കഴിയുന്ന അധ്യായങ്ങൾ, ആ കണ്ടന്റ് ആ പുസ്തകത്തിനകത്തുണ്ട് അല്ലെ? അതുകൊണ്ടാണ് DC ബുക്സിനെ മാതൃഭൂമിയെ സഹകരിക്കുക. ഇപ്പൊ മാതൃഭൂമിയുടെ നമുക്കറിയില്ല. DC ബുക്സിനെ സംബന്ധിച്ചോളം DC ബുക്സിന്റെ ആദ്യത്തെ പോസ്റ്റ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വന്ന പോസ്റ്റ് EP ജയരാജനെ അറിയിച്ചുകൊണ്ട് കണ്ടുള്ളത് തന്നെയാണ്. മണിക്കൂറുകളോളം EP ജയരാജൻ അതിനകത്ത് ഒന്നും ചെയ്തില്ല. രണ്ടാമത്തെ കാര്യം, വന്ന ക്ലാരിഫിക്കേഷൻ, ആ ക്ലാരിഫിക്കേഷനും പുറത്തു വന്ന കണ്ടന്റ്, ആ കണ്ടന്റ് നിഷേധിക്കുന്നതല്ല. അതിനുശേഷം ഏകദേശം 179 പേജുള്ള കണ്ടന്റ് നമുക്ക് എല്ലാവരുടെയും ഫോണുകളിൽ കിട്ടി. അതിനകത്ത് ഇതെല്ലാം വന്നിട്ടുണ്ട്. ഈ സമയത്ത് P സരിനെ ഉൾപ്പെടെ പ്രതിരോധത്തിലാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിട്ടുള്ളത് ഈ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ചെയ്തിട്ടുള്ള കാര്യമാണ്. ശരി, ഡോക്ടർ B ജയരാജ്,
ഇതിപ്പോൾ പാർട്ടിയെ ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിൽ EP പ്രവർത്തിച്ചിട്ടില്ല എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഈ പറയുന്ന വാചകങ്ങളൊന്നും EP-യുടേതല്ല എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അത് DC ബുക്സ് സ്വയം ചെയ്തു. DC ബുക്സിന് അത്രയ്ക്കും ഒരു ഗതികെട്ട അവസ്ഥ, ഒരാളുടെ പേരിൽ കള്ള ആത്മകഥ എഴുതുക, ആത്മകഥയിലെ അനുഭവക്കുറിപ്പുകൾ എന്നാണ്, തൻ്റെ അനുഭവങ്ങൾ വിവരിക്കുന്നു, താൻ അനുഭവിച്ചത് കാര്യങ്ങളെക്കുറിച്ചുള്ള തുറന്നെഴുത്ത് എന്നാണ് ഈ ആമുഖത്തിലുള്ളത്. അതിൽ കട്ടൻ ചായയും പരിപ്പ് വടയും എന്ന തലക്കെട്ട് പോലും ഞാൻ നിശ്ചയിച്ചിട്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. പക്ഷേ EP-യുടെ ഇതിന് മുൻപത്തെ പ്രതികരണങ്ങൾ, മുമ്പ് വിവാദമായ ഘട്ടത്തിലൊക്കെ ആദ്യം നിഷേധിക്കുകയും പിന്നീട് സമ്മതിക്കുകയും ചെയ്യുന്ന ഘട്ടങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ കാര്യത്തിൽ ഇപ്പോൾ പ്രതികൂല സാഹചര്യമായപ്പോൾ നിഷേധിക്കുന്നു എന്നല്ലാതെ എങ്ങനെയാണ് ഇതിനെ പൂർണ്ണമായും തള്ളിക്കളയാനാവുക ശ്രീ ജയരാജ്? ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഒരു തമാശയാണ് ഓർമ്മ വരുന്നത്. കാര്യം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ശേഷം കോൺഗ്രസ്സുകാരും പുസ്തകം വായിച്ചിട്ടില്ല എന്നൊരു ചൊല്ലുണ്ട്. ആ കോൺഗ്രസ്സുകാരൊക്കെ ഇപ്പോൾ പുസ്തകം എടുത്ത് വായിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അത് ഏത് പുസ്തകമാണെങ്കിലും, വിവാദ പുസ്തകമാണെങ്കിലും ശരി, അക്ഷരമൊക്കെ ആയിട്ട് കൂടുതൽ അടുത്ത ബന്ധം ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ് സാംസ്കാരിക കേരളത്തിന്. കാരണം സാംസ്കാരിക കേരളത്തിനെ പ്രസ്താവനകൾ കൊണ്ട് മലീമസമാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ കോൺഗ്രസ്സുകാർ കുറേ നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ എന്താ സംഭവിച്ചത്? ഈ വിഷയത്തിൽ കൃത്യമായിട്ടൊരു ആസൂത്രണം നമുക്ക് കാണാനായിട്ട് പറ്റും. അത് ആദ്യം തൊട്ടേ വ്യാജ തിരിച്ചറിയൽ കാർഡിൻ്റെ പിൻബലത്തോടു കൂടി പ്രസിഡൻ്റായ ഒരാൾ, അയാൾ സ്ഥാനാർത്ഥികളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് അവിടെ പാലക്കാട് സ്ഥാനാർത്ഥിയാകുന്നു. അതിനുശേഷം പത്തനംതിട്ട DC-യുടെ പേജ്, DC ഓഫീസിൻ്റെ പേജിനകത്ത്, ഫേസ്ബുക്ക് പേജിൽ ഹാക്ക് ചെയ്ത് അദ്ദേഹത്തിൻ്റെ വീഡിയോ പ്രസിദ്ധീകരിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്ത് കള്ളപ്പണം കടത്തുന്നു, വ്യാജ സ്പിരിറ്റ് കടത്തുന്നു. അഡ്മിൻ തന്നെ ചെയ്താണെന്നൊന്നും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫേസ്ബുക്കിൽ അത് എഴുതി ചോദിച്ചിട്ടുണ്ട്. ഇത് അഡ്മിൻ തന്നെ ചെയ്തതാണോ, അഡ്മിൻ്റെ ഐഡിയിൽ നിന്ന് ആരെങ്കിലും ചെയ്തതാണോ എന്നൊക്കെ ഫേസ്ബുക്കിനോട് അന്വേഷണക്കുറിപ്പ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ 24 മണിക്കൂർ കൊണ്ടൊന്നും എവിടെ നിന്നാണ് ഇത് പോസ്റ്റ് ചെയ്തതെന്നും കണ്ടുപിടിക്കാനുള്ള സാങ്കേതിക വിദ്യയൊന്നും കേരളത്തിലില്ല. ചോദിച്ചെങ്കിൽ മാത്രമേ എവിടെ നിന്നാണ് ഇത് ഹാക്ക് ചെയ്തതെന്ന് അറിയാൻ പറ്റുമോ? അതവിടെ നിൽക്കട്ടെ. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് തന്നെ അറിയാൻ പറ്റും. പിന്നെ DC ബുക്സിൻ്റെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട. അതിന് DC കിഴക്കേമുറിയുടെയും പുസ്തക പ്രകാശന സഹകരണ സംഘത്തിനെയും എങ്ങനെയാണ് പുസ്തക പ്രകാശന സഹകരണ സംഘം പൊളിച്ചുകൊണ്ട് DC ബുക്സ് ഉണ്ടാക്കിയെന്നുള്ള ചരിത്രം അറിയാവുന്ന എല്ലാ മലയാളികൾക്കും അറിയാം. DC ബുക്സിനെ അങ്ങനെ അധികം വെള്ളപൂച്ചൊന്നും വേണ്ട. ഇത് താങ്കൾ റിപ്പോർട്ടർമാർ ആദ്യം ചെയ്യേണ്ടത് രവി DC ശാരദ ബുക്ക് ഫെയറിനുണ്ടല്ലോ, ഒരു ഫോൺ കോൾ മതിയല്ലോ അദ്ദേഹത്തിനോട് ചോദിക്കാൻ. അദ്ദേഹം ഫോൺ എടുക്കാതിരിക്കുമോ? ഇവിടുത്തെ പത്രപ്രവർത്തകർ വിളിച്ചു കഴിഞ്ഞാൽ രവി DC ഈ പ്രശ്നം അവിടെ തീരില്ലേ? അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. രവി DC-യോട് ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാൻ എന്താണ് ഇതിന്റെ ഉദ്ദേശം? ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യുന്നതിന് മുമ്പിലെ ഒരു കട്ടൻ ചായയും പരിപ്പ് വടയും എന്നൊരു പുസ്തകമുണ്ട്. അതിന്റെ പ്രസാധനം അല്പം നീട്ടിവെച്ചിരിക്കുന്നു. അതിലെ വിശദാംശങ്ങൾ പിന്നീട് പുറത്തുവിടുന്നതാണ്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉണ്ട്, പുസ്തകമില്ല എന്നല്ല പറയുന്നത്. ഇന്ന് കേരളത്തിൽ ഒന്നാകെ കൊളുത്തിവിട്ട ഒരു വിവാദം, ആ കൊളുത്തിവിട്ട വിവാദത്തിൽ EP-യുടെ പങ്കൊന്ന് താങ്കൾ വിശദീകരിക്കൂ. ഉത്തരവാദിത്തങ്ങളൊന്നും ഡോക്ടർ B. ജയരാജ്, ഇവിടെ ആർക്കാണ് EP-യുടെ ആത്മകഥ വേറെ ആരും ഇരുന്ന് എഴുതാൻ ആർക്കാണ് താല്പര്യം? ഡോക്ടർ B. ജയരാജ്, ഒരു മിനിറ്റ്, അതിൽ ചില ഭാഗങ്ങൾ എടുത്ത് വായിക്കാം. EP ജയരാജനെതിരെ പൊതുവിൽ കുറ്റക്കാരനാക്കിയ സംഭവങ്ങൾക്കെല്ലാം പാർട്ടി കൂടി പങ്കാളിയാണെന്ന ആക്ഷേപം അദ്ദേഹത്തിന് ആ പുസ്തകത്തിലുണ്ടെന്നേ. ദേശാഭിമാനി ജനറൽ മാനേജർ ആയിരിക്കുമ്പോൾ ലോട്ടറി വ്യവസായി സാന്റിയാഗോ മാർട്ടിൽ നിന്ന് 2 കോടി വാങ്ങിയത് പരസ്യത്തിനുള്ള മുൻകൂർ തുകയായിട്ടാണ്. അത് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചതാണ് എന്നാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ വിശദീകരിക്കുന്നത്. പക്ഷേ ഈ ആക്ഷേപത്തെ തുടർന്ന് കേന്ദ്ര കമ്മിറ്റിയുടെ തെറ്റായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ജയരാജൻ പറയുന്നതാണ്, ജയരാജനെ നീക്കി. VS-ഉം അത് ഉപയോഗിച്ചു. VS അത് രാഷ്ട്രീയമായി ഉപയോഗിച്ചു എന്ന പുസ്തകത്തിലുണ്ട്. അപ്പോൾ പാർട്ടി EP-യെ ബലിയാടാക്കുകയായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. വേറെ വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ പറയുന്നുണ്ട്. P. ജയരാജൻ ഈ ആക്ഷേപം ഉന്നയിച്ച ജില്ലാ കമ്മിറ്റിയിൽ താൻ ഉണ്ടായിരുന്നില്ല. അത് സംബന്ധിച്ച വാർത്തകൾ പിന്നീട് പുറത്തു വന്നു. പിന്നീട് സംസ്ഥാന കമ്മിറ്റിയിൽ ജയരാജൻ പറഞ്ഞത് ഒരു സ്വകാര്യ കമ്പനിയെ സഹകരണ സ്ഥാപനം പോലെ സഹായിക്കുന്നത് ശരിയാണോ എന്നാണ്. അതായിരുന്നു ആക്ഷേപമെങ്കിൽ അക്കാര്യം നേരത്തെ വിശദീകരിക്കാമായിരുന്നു എന്നും EP പറയുകയാണ്. അപ്പോൾ P. ജയരാജനുമായി ബന്ധപ്പെട്ടും തനിക്കുള്ള ഇഷ്ടക്കേട് അത് ഈ പുസ്തകത്തിൽ പറയുന്നു. 162-ാമത്തെ പേജ്. ഒന്നാം പിണറായി മന്ത്രിസഭയെക്കുറിച്ചും മന്ത്രിമാരെക്കുറിച്ചും ജനങ്ങൾക്കിടയിൽ മികച്ച അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. ആ അഭിപ്രായം നിലനിർത്താനായില്ല എന്ന് മാത്രമല്ല, താരതമ്യേന ദുർബലരാണ് എന്ന തോന്നലും ജനങ്ങൾക്കിടയിൽ വളർന്നു. ഈ പറഞ്ഞതെല്ലാം മാധ്യമങ്ങളുടെയും വലതുപക്ഷത്തിൻ്റെയും പ്രചാരണമാണെങ്കിലും നാം എത്രത്തോളം തിരുത്തൽ വരുത്തുമെന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം. ചെറിയ വീഴ്ച പോലും പർവ്വതീകരിക്കുന്ന ഈ കാലത്ത് സംഘടനാ രംഗത്തും ഭരണരംഗത്തും രാഷ്ട്രീയ നിലപാടുകളിലും
അഭിലഷണീയമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും വേണം. പുറത്തു വരുന്നത് തിരുത്തൽ വരുത്തുമെന്ന് പറഞ്ഞാൽ പോരാ, തിരുത്തൽ വേണം. അത് അടി മുതൽ മുടിവരെ ആവുകയും വേണം. അങ്ങനെ സമൂലമായ മാറ്റത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയൂ. ഇതൊക്കെ വേറെ ആരോ പറഞ്ഞാണോ? 3 ജില്ലാ സെക്രട്ടറിമാർ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് മാനദണ്ഡ പ്രകാരമാണോ എന്ന ചോദ്യം ഇ പി ചോദിക്കുന്നുണ്ട്. പിന്നെയാണ് ഈ അവസാന ഭാഗത്താണ് അവസരവാദ രാഷ്ട്രീയം. PV അൻവറിന്റെ കാര്യം പറയുന്നത്, സരിന്റെ കാര്യം പറയുന്നത്. ഇപ്പോൾ സരിന്റെ പ്രചാരണത്തിന് ഇതിന് ചൂടാറും മുമ്പ് നാളെ തന്നെ പാലക്കാട്ട് എത്തിച്ച് EPയെ കൊണ്ട് പ്രചാരണം നടത്താൻ പോവുകയാണ്. കഷ്ടമാണ് EPയുടെ കാര്യം. എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു. EPയെ നാളെ പാലക്കാട്ട് എത്തിക്കാൻ പോവുകയാണ് പാർട്ടി. ഞാനിപ്പോൾ ഇതിനു മുമ്പ് സ്മൃതി ഞാൻ പറയുന്നതിന് ഒരു മിനിറ്റ് എനിക്ക് സമയം തരണം. ഞാനൊന്ന് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. ഇതിനു മുമ്പ് ഞാനൊരു ചാനലിൽ ചർച്ചയ്ക്കിരുന്നപ്പോൾ ആ ചാനലിൻ്റെ പ്രോഗ്രാം വീക്ഷിച്ചുകൊണ്ടെന്ന് EP ജയരാജൻ ആ ചാനലിൻ്റെ ആങ്കറിനെ ഫോണിൽ വിളിച്ചിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ ആത്മകഥ എൻ്റേത് തന്നെയാണ്. അതിനകത്ത് അദ്ദേഹം നിഷേധക്കുറിപ്പൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇതിനകത്ത് ഡിലീഷൻസും സബ്ട്രാക്ഷൻസും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആർക്കും റൈറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഇതെങ്ങനെ വന്നു എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയില്ല. അതുകൊണ്ടാണ് ഞാൻ DGPക്ക് പരാതി കൊടുത്തിരിക്കുന്നത്, രേഖാമൂലം പരാതി കൊടുത്തിരിക്കുന്നതെന്നാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ നടത്തിയ ഒരു ഫോണിൻ പ്രോഗ്രാമാണ്. ഫോണിനായിട്ടാണ് ചെയ്തത്. ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അത് പിന്നെ സ്ക്രോള് കാണിക്കുക, അതിനെ തുടർന്ന് പിന്നീട് ചർച്ച മാറുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് അഡീഷൻസും സബ്ട്രാക്ഷൻസും ഉണ്ടായിട്ടുണ്ട്. അത് വളരെ കൃത്യമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് പറയായിരിക്കും ഇനി അത് പബ്ലിഷ് ചെയ്യുമ്പോൾ അത് മാറ്റിയിട്ട് വേണമെങ്കിൽ പാർട്ടിക്ക് സമ്മതം. നേരത്തെ ചിന്താ പബ്ലിഷേഴ്സിലെ അടിക്കാവുന്നൊന്നും ഒരു പാർട്ടിക്കാരനും ആരും തന്നെയാണ് കരാർ. അതിൽ ചില കാര്യങ്ങൾ കൂടുതലായി ചേർക്കപ്പെട്ടു. അത് താൻ പറയാത്ത കാര്യങ്ങളാണ്. അപ്പൊ DCയുമായി തന്നെയാണ് കരാർ അല്ലേ? DCയുമായിട്ട് കരാറെന്ന് വ്യക്തമാക്കിയില്ല. അതിനകത്ത് എഴുതിയിരിക്കുന്ന കഥ ഈ ആത്മകഥ എൻ്റേത് തന്നെയാണ്. അതായത് 2 ടൈപ്പ് ഉണ്ടല്ലോ, നമ്മൾ പറയുന്നത് പോലെ ഓട്ടോബയോഗ്രഫിയും ബയോഗ്രഫിയും. ഇതൊരു ബയോഗ്രഫിയാണ്, ഓട്ടോബയോഗ്രഫി അല്ല എന്ന് പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അതിനകത്ത് ഞാൻ പറയാത്ത പല കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെങ്ങനെയാണ് വന്നതെന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനകത്ത് വേറെ മറക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല. ഇത് വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഇതൊരു ഓർഗനൈസ്ഡ് ക്രൈമാണ്. ഈ ഇലക്ഷൻ്റെ അന്ന് തന്നെ കൃത്യമായിട്ട് EPയെ പ്രതിക്കൂട്ടി നിർത്തിയാനും പാർട്ടിയെ ചെളിവാരി എറിയാനും മുരളീധരൻ നടത്തിയ പ്രസ്താവനയ്ക്ക് കൗണ്ടർ ചെയ്യാനും വേണ്ടിയിട്ട് ഈ ക്രിമിനൽ മൈൻഡുകളെ അങ്ങനെ ചെയ്യത്തുള്ളൂ. ബൈ ഹിക്ക് ഓർ ക്രുക്ക് അധികാരത്തിൽ വരണം, അധികാരം പിടിച്ചെടുക്കണമെന്ന് പറയുന്ന അത്രയ്ക്ക് അധമ ചിന്തകളോ കോൺഗ്രസ്സുകാരല്ലാതെ വേറെ ആരും ചെയ്യത്തില്ലെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും അറിയാം. അതിനകത്ത് യാതൊരു സംശയം വേണ്ട. പ്രധാനമായിട്ട് പങ്കുവച്ചിട്ടുള്ളത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. അതിൻ്റെ ഒരു പാരമ്പര്യം തുടർന്ന ആൾ തന്നെയാണ് പാലക്കാട് മത്സരിക്കുന്ന രാഹുൽ മാങ്കൂട്ടം ഈ കാര്യങ്ങൾ ഈ പുസ്തകത്തിലെ ഭാഗങ്ങൾ 180 പേജ് പുറത്തു വിട്ടതിന് പിന്നിൽ കോൺഗ്രസ് ആണ് എന്നാണോ ഡോക്ടർ ബി ജയരാജ് പറയുന്നത്? 200 ഞാനൊരു കാര്യം ചോദിക്കട്ടെ സ്മൃതി, ഒരു സിനിമയുടെ ട്രെയിലർ പുറത്തു വിടുന്നുണ്ടെ കംപ്ലീറ്റ് സിനിമ അങ്ങ് പുറത്തു വിടുവോ? കംപ്ലീറ്റ് സിനിമ അല്ലേ? 300 പേജ് ഉണ്ട്. 3 മിനിറ്റ് ഉള്ളിലാണ് ഒരു ട്രെയിലർ വിടുന്നത്. അതുപോലെ ഒരു പുസ്തകത്തിന്റെ മുഴുവനായിട്ടൊരു പുസ്തകത്തിന്റെ പ്രൊമോഷന് വേണ്ടി ആരെങ്കിലും പുറത്തു വിടുവോ? അപ്പോൾ ഇത് നേരത്തെ പ്രസിദ്ധീകരിച്ചതാണ്. അഡീഷൻസും എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. അങ്ങോട്ട് പറയുന്നത് കേൾക്കുന്നുണ്ടോ? 300 പേജ് ഉണ്ട്. 150 പേജാക്കി എന്തിനാ? 200 പേജും കൂടെ വരട്ടായിരുന്നു. ഇതൊരു ട്രെയിലറാണ്, മാർക്കറ്റിംഗ് തന്ത്രമാണെങ്കിൽ എന്തിനാണ് 150 പേജ് കൊടുത്തത്? ബാക്കി 50 പേജും കൂടെ അല്ലേ ഉള്ളൂ. അതുകൂടെ അങ്ങ് കൊടുക്കാറുന്നല്ലോ. പ്രീ പബ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ ഫ്രീ ആയിട്ട് ബുക്കായിട്ട് കൊടുക്കാറുണ്ടല്ലോ. അതിന്റെ ആവശ്യമില്ലല്ലോ. എന്നിട്ട് ഇത് എഴുതിയ ആള് പ്രസിദ്ധീകരിക്കുമ്പോൾ അതിന് മുൻപിലുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെ NP ചെക്കുട്ടി അത് വ്യക്തമായി പറഞ്ഞു തരും. അദ്ദേഹം ഒന്നിലധികം പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ളതാണ്. ഞാൻ ശ്രീ NP ചെക്കുട്ടിയിലേക്ക് വരാം. NP ചെക്കുട്ടി, DC ബുക്സ് പോലൊരു പ്രസാധക സ്ഥാപനം ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നും പൂർത്തിയാക്കാതെ അതിന്റെ പുസ്തകത്തിന്റെ ടൈപ്പിംഗിലേക്ക് കടക്കുമെന്ന് കരുതുന്നുണ്ടോ? താങ്കൾക്ക് DC ബുക്സുമായുള്ള അഭിപ്രായ വ്യത്യാസം അവിടെ നിൽക്കുന്നു. അത് നേരത്തെ പറഞ്ഞാണ്. അത് വേണമെങ്കിൽ ഒന്നുകൂടി വിശദീകരിക്കാം. ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഉള്ള നടപടിക്രമങ്ങൾ എന്താണെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് വിശദീകരിക്കാമോ?
അല്ല, 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരു പുസ്തകം ഒരാൾ എഴുതി കഴിഞ്ഞാൽ ആ പുസ്തകത്തിൻ്റെ എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് ആ എഡിറ്റിങ്ങിൻ്റെ സമയത്തും എഡിറ്റിങ്ങിന് ശേഷം ഫൈനൽ PDF ഉണ്ടായി കഴിഞ്ഞ സമയത്തും അദ്ദേഹത്തിന് അത് അയച്ചു കൊടുത്തിട്ട് അവരുമായിട്ട് പൂർണ്ണമായിട്ട് സംസാരിച്ചിട്ട് കാര്യങ്ങൾ പൂർണ്ണമായും വ്യക്തമാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് പ്രിൻറ്റിങ്ങിലേക്ക് പോവുക. അപ്പോൾ ഇത് പിന്നെ ഒരു സാധാരണ നിലയിൽ എല്ലാ പ്രസാധകരും അനുവർത്തിക്കുന്നതാണ്. DC ബുക്സും അങ്ങനെ അനുവർത്തിക്കുന്നത് എനിക്കറിയാം. ഞാൻ അവരെൻ്റെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച സമയത്ത് ഈ കടമ്പകളൊക്കെ കടന്നിട്ടാണ് പുസ്തകം. അതുകൊണ്ടാണ് പുസ്തകങ്ങൾ ധാരാളം സമയമെടുത്ത് പ്രസാദനം ചെയ്യുന്നത്. ഓരോ വരിയുടെ ബന്ധപ്പെട്ട കാര്യങ്ങളും കൃത്യമായിട്ട് പരിശോധിച്ച് പലതവണ തിരുത്തി പലതവണ കറക്ഷൻസ് വരുത്തിയിട്ടൊക്കെയാണ് പുസ്തകങ്ങൾ ഇറങ്ങുന്നത്. കാരണം പുസ്തകം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് തിരുത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ ഈ വിഷയത്തിൽ പുസ്തകം ആരെ എഴുതി എന്നുള്ളത് ഒരു വിഷയമാണ്. ഇപ്പം EP വേറെ കൊണ്ട് എഴുതിപ്പിച്ചതായിരിക്കും തർക്കമൊന്നുമില്ല. അതിലൊരു ചോദ്യം കൂടി ശ്രീ EP അത് പാർട്ടിയിലെ തന്നെ ഒരു സഖാവാകണം എഴുതിയത്. ഇതിപ്പോൾ EP ഒരു പുസ്തകം എഴുതുകയാണെങ്കിൽ തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അത് പാർട്ടിയെ അറിയിക്കേണ്ടതാണല്ലോ. അത് EP ചെയ്തിട്ടില്ല എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. അങ്ങനെ ഒരു പുസ്തകം എഴുതാൻ പോകുമ്പോൾ സ്വാഭാവികമായും അത് പാർട്ടി അറിയണം. ഇപ്പോൾ P. ജയരാജൻ്റെ പുസ്തകം അത് പ്രകാശനം ചെയ്യാൻ പിണറായി വിജയൻ തന്നെ വന്നത് നമുക്കറിയാമല്ലോ. അതിൽ വിവാദ വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും അതിനോട് താല്പര്യമില്ല എന്ന് അതിനോട് പൂർണ്ണമായി യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അതിൻ്റെ പ്രകാശനം നിർവഹിച്ചത്. അത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ EP ഒരു പുസ്തകം എഴുതുന്നു പറയുമ്പോൾ അത് പാർട്ടി അറിയേണ്ടേ? ഇനി അത് എഴുതാൻ സഹായിച്ചത് ഒരു സഖാവാണ്, ദേശാഭിമാനിയിലെ ഒരു ലേഖകൻ തന്നെയാണ് എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അറിയില്ല, അങ്ങനെയാണെങ്കിൽ തന്നെ അതും അദ്ദേഹമായാലും പാർട്ടിയെ അറിയിക്കേണ്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ ആ തരത്തിൽ കൂടി പാർട്ടി അതിൽ അന്വേഷിക്കേണ്ടതല്ലേ? അല്ല, ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ EP ജയരാജനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും തമ്മിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വലിയ പ്രശ്നങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമായിട്ട് അദ്ദേഹത്തിൻ്റെ പിണക്കം എന്ന് പറയുന്നത് പരസ്യമായിട്ട് തന്നെ പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പലതവണ ഞാനിനി ഈ പ്രവർത്തനങ്ങളൊക്കെ നിർത്തി മിണ്ടാതിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്, എനിക്ക് ഒരു നിരാശാബോധം കാണിക്കുന്ന പലതരം പ്രസ്താവനകൾ പലതവണ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിയിട്ട് വ്യക്തിഗതമായ കാര്യങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് വർക്ക് ചെയ്യാൻ പോകുന്നു എന്ന മട്ടിൽ അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തെ വളരെ പരസ്യമായിട്ട് അപമാനിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയതുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഗൗരവമുള്ള ചർച്ചകൾ സെക്രട്ടറി നടന്നിട്ടുണ്ട്. കാരണം ആ വിഷയം സെക്രട്ടേറിയറ്റിൽ പോലും ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായിട്ട് മുന്നോട്ടിടേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ EP എന്ന് പറയുന്ന വളരെ പ്രമുഖനായിട്ട് രാഷ്ട്രീയ നേതാവിനെ അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്ത രീതിയെക്കുറിച്ച് അദ്ദേഹത്തിന് പരാതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇന്നല്ലെങ്കിൽ നാളെ ഒരു പക്ഷേ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകാനിടയുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ ഇന്ന് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം തനിക്ക് പാർട്ടി നേതൃത്വവുമായിട്ട് ചർച്ച ചെയ്യണോ വേണ്ടയോ തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. പാർട്ടിയിൽ തുടരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പിന്നെ പാർട്ടിയുമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഈ പ്രൊഫഷണലായിട്ടുള്ള സ്ഥാപനം എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ അനുമതി പൂർണ്ണമായിട്ടും വാങ്ങാനുള്ള എന്താ പറയുക ഒരു നിഷ്ഠ അല്ലെങ്കിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം ബന്ധപ്പെട്ട പ്രസാധകർക്കുണ്ട്. രണ്ടാമത് പ്രസിദ്ധീകരിക്കുന്ന രീതി, ഇത് പുസ്തകം പ്രസാധനം ചെയ്യുന്നുള്ള വിവരം പുസ്തകം പ്രസാധനം ചെയ്യുന്നപ്പോൾ എഴുത്തുകാരനും കൂടി ഉണ്ടാവുന്നതല്ലേ ഒരു ഭംഗി. ഞാൻ കണ്ട എല്ലാ പുസ്തക പ്രസാധനത്തിനും എഴുത്തുകാരനും കൂടി ഉണ്ടാവും. അതിലാണല്ലോ ശ്രീ നേരത്തെ രാജു പി നായർ പറഞ്ഞത്, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് നാളെ ഇത് പ്രസാദനം ചെയ്യുന്നു എന്നുള്ള കാര്യം, ടാഗ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം ഇന്നലെ രാത്രി 9 മണിക്ക് തന്നെ സംഭവിച്ചിട്ടുള്ളതാണ്. ഇനി EP-ക്ക് ഇതൊന്നും അറിയാത്ത ആളല്ല. കാരണം EP ദേശാഭിമാനിയുടെ കാര്യത്തിൽ ദേശാഭിമാനി പഴഞ്ചൻ സംവിധാനത്തിൽ പോകുന്നു, അവിടെ അത് പുതിയ യുഗത്തിലേക്ക് പുതിയ രീതികളിലേക്ക് മാറണമെന്ന് ആവശ്യപ്പെടുകയും അദ്ദേഹം അവിടെ മാനേജറായിരിക്കുന്ന ഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. അല്ല, പുസ്തക പ്രസാദനം എന്ന് പറഞ്ഞാൽ എന്താണ്? പുസ്തക പ്രകാശനം എന്ന് പറയുന്ന സമയത്ത് സാധാരണ നിലയിൽ അതിൻ്റെ ഒരു ചടങ്ങുണ്ടാവും. ആ ചടങ്ങിൽ ബന്ധപ്പെട്ട വളരെ EP പോലെ ഒരാളുടെ ഒരു ആത്മകഥയാണെങ്കിൽ തീർച്ചയായും അത് വളരെ ഗൗരവത്തോടു കൂടി ചെയ്യേണ്ടതല്ലേ. EP ഇല്ലാതൊരു പ്രസാദനം നടക്കുമോ? അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു നേതാവിനെയോ സാംസ്കാരിക നേതാവിനെയോ വെച്ചുകൊണ്ടല്ലാണ്ട് ഒരു പുസ്തകം പ്രസാദനം ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ മാർക്കറ്റിൽ ഇറക്കുന്നതും പ്രസാദനവും രണ്ടാണ്. അത് ലേഖകൻ അറിയാതെ എഴുത്തുകാരൻ അറിയാതെ അത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തുള്ള താല്പര്യങ്ങൾ, അതിനകത്തുള്ള അൺപ്രൊഫഷണലിസം, എവിടെയൊക്കെയോ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ആ തെറ്റുകൾ സമൂഹത്തോട് വിശദീകരിക്കേണ്ടത് ബന്ധപ്പെട്ട പ്രസാധകരാണ്. അവർക്ക് തെറ്റ് പറ്റിയ നേരത്തിലും തർക്കമില്ല. പക്ഷേ EP-യെ സംബന്ധിച്ചിടത്തോളം EP എടുക്കുന്ന നിലപാട് തൻ്റെ പുസ്തകത്തിൽ പിന്നെ ഞാൻ എഴുതിയ പുസ്തകമായിരിക്കും, പക്ഷേ തൻ്റെ പുസ്തകത്തിനകത്ത് തൻ്റേതല്ലാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു പറഞ്ഞാൽ ചെക്കുട്ടി, താങ്കളും ഇതിലെ ഈ 180 പേജുകൾ ഒന്ന് ഓടിച്ചു വായിച്ചിട്ടുണ്ടാകുമല്ലോ. എന്ത് കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിട്ടുണ്ടാവുമെന്നാണ് കരുതുന്നത്? കാരണം അദ്ദേഹവുമായി
ബന്ധപ്പെട്ടിരിക്കുന്ന വിവാദങ്ങൾ സാന്റിയാഗോ മാർട്ടിനാകട്ടെ, മറ്റേ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട പരസ്യത്തിന്റെ കാര്യമാകട്ടെ, ദേശാഭിമാനിയിൽ പരസ്യം ബോണ്ട് വിവാദം, ഇതിലൊക്കെ എടുത്ത നിലപാട്, അന്ന് താൻ എടുത്ത നിലപാട് എങ്ങനെയായിരുന്നു എന്ന് അദ്ദേഹം ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യം അതും അദ്ദേഹം വിശദീകരിച്ച് ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും പാർട്ടി തന്റെ കൂടെ നിന്നിട്ടില്ല. ദേശാഭിമാനി പഴഞ്ചൻ സംവിധാനത്തിൽ പോകുന്നു, അവിടുത്തെ മാനേജർമാരെ പോലും മാറ്റുന്നില്ല എന്ന കാര്യം വളരെ വിശദമായി തന്നെ പറയുകയാണ്. പുതിയ സംവിധാനങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ദേശാഭിമാനി തിരുവനന്തപുരത്ത് പുതിയ കെട്ടിടം എടുത്തത് തൻ്റെ കാലത്താണ്, മലപ്പുറം എഡിഷൻ തുടങ്ങിയത് തൻ്റെ കാലത്താണ്. അങ്ങനെ അതിനെ ആധുനികവൽക്കരിക്കാൻ താൻ ചെയ്ത കാര്യങ്ങൾ വിശദമായി പറയുന്നുണ്ട്. അവസാന ഭാഗത്ത് അവസരവാദ രാഷ്ട്രീയം, ഈ തരത്തിൽ പെട്ടെന്ന് മറുകണ്ഠം ചാടുന്നവർ സ്ഥാനാർത്ഥികളായി വരുന്നതിനെക്കുറിച്ച് PV അൻവറിൻ്റെ കാര്യവും വിശദമായി പറയുന്നു, സരിൻ്റെ കാര്യം പറയുന്നു. സരിൻ്റെ കാര്യമൊക്കെ ഈ പുതിയ കാര്യങ്ങൾ കൂടി ഉള്ളത് കൊണ്ട് അതുകൂടി ചേർത്ത് വെക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതാണോ അദ്ദേഹത്തെ അപമാനിക്കാനായി എഴുതി ചേർത്ത്? അങ്ങനെയാണെങ്കിൽ ഏത് ഭാഗം ഇത് ഞാൻ പറയാത്തതാണെങ്കിൽ ആ ഭാഗം എന്നെടുത്ത് പറയണ്ടേ? അങ്ങനെ EP പറഞ്ഞിട്ടില്ല. EP യുടെ മുൻപത്തെ നടപടികളൊന്നും ആലോചിച്ച് നോക്കൂ ശ്രീ NP ചെക്കുട്ടി. ഒരു കാര്യവും ആദ്യം സമ്മതിച്ചിട്ടില്ല, രണ്ടാമത്തെ തവണ സമ്മതിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയായാലും അവസാനമല്ലേ പറഞ്ഞത് എൻ്റെ വീട്ടിലേക്ക് വരികയായിരുന്നു, മകൻ്റെ ഫ്ലാറ്റിലേക്ക് വരികയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് ഏത് ദിവസമാണ് എന്നുള്ളതാണല്ലോ പ്രധാനം. അതിന് തൊട്ട് മുന്നത്തെ ദിവസങ്ങളിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്? BJPക്ക് നല്ല മിടുക്കരായ സ്ഥാനാർത്ഥികളുണ്ടെന്ന്. അപ്പോൾ ഇതൊക്കെ പാർട്ടിയെ ബുദ്ധിമുട്ടിലാക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ MV ഗോവിന്ദൻ പറയുമ്പോൾ പോലും EP പറയുന്ന ആണല്ലോ വിശ്വസിക്കേണ്ടി വരുന്നത് എന്ന മട്ടിലാണ് പറയുന്നത്, അല്ലേ? അല്ല, അതിൻ്റെ കാരണം എന്താ അറിയോ? EP എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ ഈ ഗോവിന്ദൻ്റെ പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ അപമാനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് അത് തിരിച്ച് അത് കൊടുക്കാനുള്ള സമയവും സന്ദർഭവും അദ്ദേഹം നോക്കുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഒരു പക്ഷേ അദ്ദേഹം CPM-ആയിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുന്നതിന് ഞാൻ കരുതുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം EP-യെ സംബന്ധിച്ചിടത്തോളം EP-യുടെ രാഷ്ട്രീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഇന്നും നിലയിൽ തുടങ്ങിയല്ലോ. 70-കൾ മുതലുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ, അദ്ദേഹത്തിൻ്റെ വ്യക്തിഗതമായ ജീവിതത്തിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഭ്യന്തരമായ പ്രശ്നങ്ങളിൽ, അതുമായിട്ട് ബന്ധപ്പെട്ട കണ്ണൂർ ജില്ലയിൽ വിവിധ പ്രശ്നങ്ങളിൽ ഒക്കെ തന്നെ വളരെ വളരെ ഗൗരവമുള്ള, വളരെ വളരെ പ്രധാനപ്പെട്ട നിരവധി കാര്യങ്ങൾ പറയാൻ ശേഷിയുള്ള ഒരാളാണ് അദ്ദേഹം. അത് EP ജയരാജൻ സ്വന്തമായിട്ട് എഴുതുന്ന ഒരു പുസ്തകമാണെങ്കിൽ ഇപ്പോൾ ഈ 150-160 പേജിൽ നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത്രയേറെ ഗുരുതരം ഈ MVR അടക്കമുള്ള സമയങ്ങളിൽ, സന്ദർഭങ്ങളിൽ പാർട്ടിക്കകത്ത് അതിരൂക്ഷമായ, ഞാൻ ആ പുസ്തകം വായിച്ചൊന്നുമില്ല കേട്ടോ, ചില പേജുകൾ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അല്ല, ഞാൻ പറയുന്നത് അതെ ശരിയായിരിക്കും. ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല, ചില പേജുകൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അദ്ദേഹം അങ്ങനത്തെ ഒരു നിലപാടെടുക്കുന്നു. ഞാൻ പറയാത്ത ചില കാര്യം കൂട്ടിച്ചേർത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം പറയുന്ന കാലത്തോളം അതാണ് ഞാൻ വിശ്വാസത്തിലെടുക്കുക. കാരണം അദ്ദേഹമാണ് എഴുത്തുകാരൻ. അല്ലെങ്കിൽ പിന്നെ ഈ DC ബുക്സ് EP ജയരാജൻ്റെ പേരിൽ വേറൊരാൾ എഴുതിയ പുസ്തകം എന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. ഗോസ്റ്റ് റിട്ടൺ ബൈ സോ ആൻഡ് സോ അങ്ങനെയുണ്ട്, അങ്ങനെ എഴുതാറുണ്ട്. ചില ആളുകളുടെ പുസ്തകത്തിൻ്റെ പേരിൽ അത് എഴുതിയത് ഇന്ന ആളാണ് എന്ന് പലപ്പോഴും പറയാറുണ്ട്. വലിയ നേതാക്കളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ഇതല്ല, ഇത് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇറങ്ങുന്ന ഒരു പുസ്തകമായതുകൊണ്ട് അദ്ദേഹത്തിന് സമ്മതമില്ലാതെ, അദ്ദേഹത്തിന് പൂർണ്ണമായ സമ്മതിയില്ലാതെ അത് പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല. അവിടെയാണ് ഈ പ്രശ്നം മുഴുവൻ വന്നിരിക്കുന്നത്. അതിനകത്ത് EP എന്താണോ ഇപ്പൊ പറയുന്നത് അത് മാത്രമാണ് എടുക്കാൻ കഴിയുക. ഒരു സാധാരണ നിലയിൽ നമുക്ക് നമ്മൾ എവിടെയും പ്രചാരണത്തിന് കണ്ടിട്ടില്ല. അദ്ദേഹത്തെ ഈ കൺവീനർ സ്ഥാനത്ത് മാറ്റിയ ശേഷം അദ്ദേഹം എവിടെയും വന്നിട്ടില്ല. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. പാർട്ടിയിൽ EP-യുടെ ഒരു പിന്തുണ കൂടി പിണറായി ആഗ്രഹിക്കുന്നു എന്ന മട്ടിലാണ് ആ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിരുന്നത്. അതല്ലാതെ എവിടെയും രാഷ്ട്രീയ പരിപാടികളിലോ എവിടെയും EP-യെ കണ്ടിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ നാളെ ഇപ്പോൾ അദ്ദേഹത്തെ പാലക്കാട്ട് നിർബന്ധിതമായി എത്തിക്കുകയാണ്. നാളെ സരിന് വേണ്ടി, ഈ അവസരവാദ രാഷ്ട്രീയ കളിക്കുന്നു എന്ന് പറയുന്ന സരിന് വേണ്ടി പ്രചാരണത്തിലിറക്കിയാണ് EP-യെ നാളെ പാർട്ടി. അതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രീതിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എല്ലാ കാലത്തും അങ്ങനെ ചെയ്തിട്ടുണ്ട്. കെ ദാമോദരൻ ചന്ദനത്തോപ്പ് വെടിവെപ്പിനെ അതിരൂക്ഷമായി വിമർശിച്ചു. പിറ്റേന്ന് അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ചന്ദനത്തോപ്പ് വെടിവെപ്പിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി പ്രസംഗിക്കണം. അത് പാർട്ടിയുടെ രീതിയാണ്. പക്ഷേ EP-യെ സംബന്ധിച്ചിടത്തോളം EP-യെ തെരഞ്ഞെടുപ്പ് രംഗത്തായാലും ശരി, രാഷ്ട്രീയ രംഗത്തായാലും ശരി, അവർ ഉപയോഗിക്കാത്തതിൻ്റെ കാര്യം EP-യോട് അവർ ഒരു കണക്ക് തീർക്കുന്നുണ്ട്. ആ കണക്ക് തീർക്കലിന് വ്യക്തിഗതമായിട്ട് തിരിച്ചടിക്കാനുള്ള ശേഷി EP-ക്ക് ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. EP-ക്ക് വേണമെങ്കിൽ പാർട്ടി വിട്ടുപോകാം, അദ്ദേഹം വിട്ടുപോവുകയാണ് വേണ്ടത്. ഇന്നത്തെ സാഹചര്യത്തിൽ EP-ക്ക് ആ പാർട്ടിയിൽ തുടരാനും കഴിയില്ല. ഇന്നത്തെ പാർട്ടി സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള മറ്റൊരു ഓപ്ഷനും ഇല്ല. അദ്ദേഹം കാര്യങ്ങൾ വെട്ടി തുറന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയിൽ നിന്ന് വിട്ടുപോവുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് അദ്ദേഹത്തിന് മുമ്പിൽ. നാളെ അദ്ദേഹം പോകുമായിരിക്കും. പോയാലും അവർ അദ്ദേഹത്തെ അപമാനിച്ചു വിടും എന്ന കാര്യത്തിൽ ഒന്നും സംശയമില്ല.
ശരി, ശ്രീ രാജു പി നായർ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഈ പുസ്തകത്തിലേതായി പറയുന്ന ഭാഗങ്ങൾ അത് പ്രതിഫലിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇപ്പോൾ നാളെ പാലക്കാട് എത്തി അവിടെ പ്രചാരണം, സരിന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങേണ്ടി വരുന്നു ഇ.പിക്ക് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അപ്പോൾ അവിടെ പ്രസംഗിക്കുമ്പോൾ സ്വാഭാവികമായും സരിനെ പറ്റി നല്ല വാക്കുകളാകും ഇ.പിയിൽ നിന്ന് വരിക. ഞാൻ അതിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് ഈ ബഹുമാനായിട്ടുള്ള ഇടത് നിരക്ഷരൻ, ഞാനത് മനഃപൂർവ്വം തന്നെയാണ് ഇടത് നിരക്ഷരൻ, കാരണം ഇടതിനെക്കുറിച്ച് ഒരു ബോധവും ഇല്ലാത്ത ഒരാളെ അങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം കോൺഗ്രസ്സുകാരുടെ വായനാശീലത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടായി. ബഹുമാനപ്പെട്ട നിരക്ഷരൻ ചർച്ചയ്ക്ക് വരുമ്പോഴെങ്കിലും കാര്യങ്ങളൊന്ന് ചോദിച്ചറിഞ്ഞും പഠിച്ചിട്ടും വേണം വരാൻ. സ്വന്തം പാർട്ടിയുടെ എന്തായാലും പ്രോക്സി അല്ലല്ലോ ഇത്, CPM തന്നെ നിങ്ങൾ എഴുതി വെച്ചാൽ മതി, അല്ലാണ്ട് നിരീക്ഷിക്കാൻ വന്ന ആളല്ലല്ലോ. സ്വന്തം പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി എന്താണ് ആ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീഡിയോ ഫേസ്ബുക്ക് പേജിൽ വന്നതിനെ സംബന്ധിച്ച് പറഞ്ഞതെന്ന് പോലും അപ്ഡേറ്റഡ് അല്ലാത്തൊരു മനുഷ്യൻ വന്നിട്ട് ഞങ്ങളെക്കുറിച്ച് പറയുകയാണ്. പിന്നെ വായിക്കുന്ന പുസ്തകങ്ങൾ നിങ്ങളൊന്ന് CPM-കാരോട് പറയണം, വായിക്കുന്ന പുസ്തകങ്ങളൊന്നും മാറ്റണം. കാരണം വായനാശീലത്തിൻ്റെ ഗുണം കാണുന്നത് പീഡനങ്ങളാണ് നിരന്തരമായിട്ട്. സ്ഥലത്തും ആൾക്കാരെ പീഡിപ്പിച്ച് വീട്ടമ്മമാരെയും ഒക്കെ പീഡിപ്പിക്കുന്ന CPM-കാരെ കാണുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നിരക്ഷരൻ പോയിട്ട് CPM വായിക്കുന്ന പുസ്തകങ്ങളൊന്നും മാറ്റണം എന്നൊന്ന് പറയണം. രണ്ടാമത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ, നിരക്ഷരൻ പറയുകയാണ് ഓട്ടോബയോഗ്രഫിയാണോ ബയോഗ്രഫിയാണോ എന്നറിയില്ല. ആരാണ് ഓട്ടോബയോഗ്രഫി സ്വയം എഴുതുന്ന ആത്മകഥ? അല്ല, ഞാൻ വ്യക്തിപരമായിട്ട് വിഷയം വേണ്ട, സ്വയം അത് നക്ഷത്രം പറയുന്നതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നത്. സ്വയം എഴുതുന്ന ആത്മകഥ എന്താ അത്? അതാണ് ഓട്ടോബയോഗ്രഫി. എന്താ ഇ.പി. ജയരാജൻ പറഞ്ഞത്? ഞാൻ ഇങ്ങനൊരു പുസ്തകം എൻ്റേതല്ല, ഇത് എൻ്റെ ആത്മകഥ ഇങ്ങനെയല്ല എന്നല്ലേ സ്മൃതി രാവിലെ മുതൽ ഉണ്ടായിരുന്ന വാർത്ത? ഇപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? മറ്റൊരു ചാനൽ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ എഴുതി കൊടുത്തതിൽ അഡീഷനും സബ്സ്ട്രാക്ഷനും ഉണ്ട്. അപ്പോൾ സ്വയം എഴുതിയാന്ന് ഇ.പി. ജയരാജൻ സമ്മതിച്ചു എന്ന് അദ്ദേഹം തന്നെ ഇവിടെ പറയുക. എന്നിട്ട് പറയണത് ഓട്ടോബയോഗ്രഫി അല്ലാന്ന്. എന്താണ് നിങ്ങൾ ആരെയാണ് ഈ പറ്റിക്കുന്നത്? സ്വയമെങ്കിലും ബോധ്യം വേണ്ടേ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ? അങ്ങനെ സ്വയം എഴുതിയ സ്ഥാനത്തിൽ ഓട്ടോ ഡീഷൻ ഇതൊക്കെ പറഞ്ഞു. പിന്നെ ബഹുമാനപ്പെട്ട ചേക്കുട്ടി ഇവിടെ മുത്തായിട്ട് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ സ്മൃതി, ഈ DC ബുക്സ് ഇന്ന് ഈ പുസ്തകം പബ്ലിഷ് ചെയ്യായിരുന്നു. പബ്ലിഷ് ചെയ്യണമെങ്കിൽ പുസ്തകം അടിച്ചു വെച്ചിട്ടല്ലേ ചെയ്യുള്ളൂ. അങ്ങനെ പുസ്തകം അടിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ എഴുതിയതും കൊടുത്തതിന് ശേഷം താൻ കഥ ഇത് കൊടുത്തിട്ട് താൻ പറഞ്ഞിരിക്കുന്നതല്ല വന്നിരിക്കുന്നതെന്ന് പറയുന്നതിൽ എവിടെയാ യുക്തിയുള്ളത്? എന്ത് യുക്തിയാ ഉള്ളത്? DC ബുക്സ് അങ്ങനെ സ്മൃതി ഒരു ആത്മകഥ എഴുതുകയാണ്. സ്മൃതി എന്ത് ചെയ്യും? 5 പേരോട് സംസാരിക്കുന്നു. ശരി, അദ്ദേഹം പറയുന്നു ഞാൻ DC-യോട് സംസാരിച്ചു, മാതൃഭൂമിയോട് സംസാരിച്ചു, അവരോട് സംസാരിച്ചു. എങ്ങനെയാ സ്മൃതി എഴുതുന്ന മുഴുവൻ ആത്മകഥയും ഇവർക്ക് കൊടുത്തിട്ടാണോ നിങ്ങൾ സംസാരിക്കുന്നത്? അല്ലല്ലോ. അങ്ങനെ എഴുതിയ ഒരാൾക്കും കൊടുത്തു കഴിഞ്ഞാൽ അത് ചോർന്നു പോകുന്നുള്ള കൃത്യമായിട്ട് അറിയില്ലേ? അപ്പം വളരെ കൃത്യമായിട്ട് ഇദ്ദേഹം എഴുതിയത് DC ബുക്സിന് കൊടുത്തു എന്നുള്ളത് അദ്ദേഹം തന്നെ ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു ഇല്ലേ? പിന്നെ അഡീഷനും സബ്സ്ട്രാക്ഷനും അത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദീകരിക്കാണ്ടെങ്കിൽ DC ബുക്സ് വിശദീകരിക്കട്ടെ. അപ്പോൾ DC ബുക്സിന് വളരെ നിയമപരമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു എന്നുള്ളതിൻ്റെ ഉറപ്പാണല്ലോ ഇന്ന് രണ്ടാമതിട്ടതിൽ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഞങ്ങൾ പ്രസാദനം മാറ്റിവെക്കുന്നു, പക്ഷെ പറഞ്ഞിരിക്കുന്ന കണ്ടന്റ് എന്താണെന്നുള്ളത് ഈ പുസ്തകം പുറത്തു വരുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ പുസ്തകം പുറത്തു വരുന്നുള്ള DC ബുക്സിന് വളരെ ഉറപ്പോടുകൂടി പറയണം എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് രേഖകൾ അവരുടെ കയ്യിലുണ്ട്. DC ബുക്സിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ ചോദ്യം ചെയ്യാം, പക്ഷെ ആ ഒരു പ്രസാധക കമ്പനി അവരുടെ ഒരു മുഴുവൻ വിശ്വാസ്യതയും ഒരു പബ്ലിഷർ എന്ന രീതിയിൽ നിയമപരമായിട്ടുള്ള കുരുക്കിലേക്കും പോകുന്നൊരു കാര്യം ചെയ്യും എന്ന് പറഞ്ഞാൽ അത് പിന്നീട് ഉറപ്പിച്ച് അത് തന്നെ വീണ്ടും പറയുമെന്ന് പറഞ്ഞാൽ സ്മൃതിയും ഞാനും ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ മണ്ടന്മാരായിരിക്കണം. അതല്ലെങ്കിൽ അല്ല. ഇ.പി. ജയരാജനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇ.പി. ജയരാജനെ സംബന്ധിച്ച് ദ പർപ്പസ് ഇസ് ഡൺ. ഇനി നാളെ എന്തു പറഞ്ഞാലും ശരി, ഇതിനകത്ത് പാലക്കാട് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചോളം വിശ്വാസ്യത ഇല്ലാതെയാക്കി കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് ദിവസം CPM-നെതിരായിട്ടുള്ള ഏറ്റവും വലിയ ആയുധം ഇ.പി. ജയരാജൻ പ്രയോഗിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് എവിടെ 2 അടി പിന്നോട്ട് വെക്കണം, പിന്നെ 3 അടി എപ്പോൾ മുന്നോട്ട് വെക്കണം എന്നറിയുന്ന ആളാണ് ഇ.പി. ജയരാജൻ. അതല്ലെങ്കിൽ അദ്ദേഹം കണ്ണൂർ രാഷ്ട്രീയത്തിൽ പോലിരുന്നത് UDF-ന്റെ കൺവീനർ വരെ ആവില്ലല്ലോ. പിന്നെ പിണറായിയുടെ രീതിയാണ് ഉപയോഗിച്ച് കഴിയുമ്പോൾ വലിച്ചെറിയുക. അപ്പോൾ വലിച്ചെറിയുമ്പോൾ പോലും പ്രശ്നമുണ്ട്. ഇ.പി. ജയരാജൻ നടത്തുന്ന മുഴുവൻ കാര്യങ്ങൾക്കും CPM-ന് ഒരു പരിധി വിട്ട് ഇ.പി. ജയരാജനെ ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പോൾ BJP-യുടെ പ്രകാശ് ജാവ്ദേക്കറിനെ കണ്ടതുകൊണ്ടാണ് പുറത്താക്കിയത് എന്ന് പോലും CPM-ന് പറയാൻ കഴിയുന്നില്ല. കാരണം എന്താ? ഇ.പി. ജയരാജൻ്റെ ഇതിൻ്റെ മുഴുവൻ രഹസ്യങ്ങളുണ്ട്. ഈ മുഴുവൻ രഹസ്യങ്ങൾ ഇ.പി. ജയരാജൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് റിപ്പീറ്റഡായിട്ട്
ഈ പാർട്ടിയെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ പ്രതിസന്ധിയിലാക്കാൻ കഴിയുന്ന കരുത്ത് ഇ.പി. ജയരാജന് കിട്ടുന്നത് അദ്ദേഹം ഈ പിണറായി വിജയന് വേണ്ടി നടത്തിയിട്ടുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പിണറായി വിജയൻ ചെയ്തിട്ടുള്ളതും അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ചെയ്യട്ടെ. നമ്മൾ പറയുന്നത് നമ്മുടെ കയ്യിൽ സ്മൃതിയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ സ്മൃതി എന്നോട് പറഞ്ഞ കാര്യങ്ങളുണ്ട്, എന്നാൽ സ്മൃതി ഒന്ന് കാണിക്കുക, ഞാൻ കാണട്ടെ എന്നൊരു നിലപാടെടുക്കില്ലേ? ആ നിലപാടാണ് ഇ.പി. ജയരാജൻ എടുക്കുന്നത്. രാഷ്ട്രീയത്തിൽ ഇന്ന് CPM-നെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് ഇ.പി. ജയരാജൻ മാറിയിരിക്കുന്നു. പക്ഷേ ആ പ്രതിസന്ധി ഉണ്ടാക്കിയതും അതിന് കാരണക്കാരും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളതാണ്. പിന്നെ പാലക്കാട് ഇതിലൊന്നും യാതൊരു സംശയമില്ല സ്മൃതി. ഞാൻ ചോദിക്കട്ടെ, എന്തെങ്കിലും ഞാൻ സ്മൃതി ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതി ഞാൻ ചോദിക്കുകയാണ്, പി സരിൻ എന്ന് പറയുന്ന വ്യക്തിയെ എങ്ങനെയാണ് സ്മൃതി അടയാളപ്പെടുത്താൻ പോകുന്നത്? എന്ത് രീതിയിൽ സ്മൃതി അടയാളപ്പെടുത്തും? ഒരു വർഗീയ വിരുദ്ധ മുഖമായിട്ട് അടയാളപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുമോ? ഒരു സ്ത്രീപക്ഷ നിലപാടിൻ്റെ ഒരു ഇതിൽ നിങ്ങൾക്ക് അടയാളപ്പെടുത്താൻ കഴിയുമോ? ഒരു നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അടയാളപ്പെടുത്താൻ കഴിയുമോ? കോൺഗ്രസിനകത്തുള്ള ഒട്ടേറെ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു, അയാൾക്കൊരു അവസരം അയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ക്വാളിഫിക്കേഷൻ ഒക്കെ വെച്ചുകൊണ്ട് അങ്ങനെയൊന്നും അടയാളപ്പെടുത്താൻ പറ്റാത്ത ആളായിരുന്നു നിങ്ങളുടെ കൂടെ ഇത്രയും കാലം ഉണ്ടല്ലോ. ഞാനെന്താ പറയാ, ഇല്ലെന്ന് പറയുന്നില്ലല്ലോ. കോൺഗ്രസിനകത്തുള്ള ലക്ഷക്കണക്കിന് പ്രവർത്തകർ എല്ലാവരും നിലപാടുകൾ കൊണ്ട് അടയാളപ്പെടുത്തിയവരാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. സ്മൃതിക്ക് അങ്ങനത്തെ അഭിപ്രായമുണ്ടോ? ഇല്ല. ഈ പാർട്ടിക്കകത്ത് കുറേ അധികം ആൾക്കാർ പ്രവർത്തിക്കാൻ, പാർട്ടിയുടെ ആശയത്തിൽ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ വരുന്നുണ്ട്. അവർക്ക് അവസരങ്ങൾ കൊടുക്കും. ചിലപ്പോൾ മാനേജ്മെന്റ് സ്കിൽസ് ആയിരിക്കും, ചിലപ്പോൾ എക്സിക്യൂഷൻ സ്കിൽസ് ആയിരിക്കും, ചിലപ്പോൾ ഐഡിയോളജി ആയിരിക്കും, അതെല്ലാം കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നവർക്ക് ഉള്ളൊരു ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു നിലപാടില്ലാത്ത ഒരാൾ ആദ്യം BJP-യുടെ പഠിക്കലല്ലേ പോയത് സീറ്റിന് വേണ്ടി? BJP-യുടെ പഠിക്കൽ പോയി സീറ്റ് കിട്ടാതെ വന്നപ്പോഴല്ലേ CPM ആയത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ സ്മൃതി, സന്ദീപ് വാര്യർ എടുത്ത നിലപാട് ഒരു 20 ദിവസം മുമ്പ് സന്ദീപ് വാര്യർ എടുത്തിരുന്നെങ്കിൽ പാലക്കാടിന്റെ CPM-ന്റെ സ്ഥാനാർത്ഥി ആരാവുമായിരുന്നു? ഒന്ന് സ്മൃതി ഒന്ന് പറഞ്ഞേ. ആക്സിഡന്റൽ കാൻഡിഡേറ്റ്സാണ് സരിന്റെ. 20 ദിവസം മുമ്പ് സന്ദീപ് വാര്യർ തുറന്നു പറയാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ പി സരിൻ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ആവുമായിരുന്നില്ല, സന്ദീപ് വാര്യർ ആയേനെ സ്ഥാനാർത്ഥി. അപ്പം ഒരു രാഷ്ട്രീയവുമില്ലാതെ പാലക്കാട് നെഗറ്റീവ് രാഷ്ട്രീയം പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു കാൻഡിഡേറ്ററാണ് പി സരിന്റെ. അതൊരു വയ്യാവേലിയാണെന്നുള്ളത് ആ പാർട്ടിക്കകത്തുള്ള എല്ലാവരും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് ഇപ്പോൾ ഡോക്ടർ ബി ജയരാജ് പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ യോഗ്യതയാണ് ഇപ്പോൾ ബി ജയരാജ് ചോദ്യം ചെയ്തത്. അല്ല, ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലപാടിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആർക്കും സംശയമൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയത്. ഇല്ലേ, ഈ പി സരിൻ മത്സരിച്ചല്ലോ യൂത്ത് കോൺഗ്രസിലേക്ക്. എന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അവൻ പി സരിൻ പറ്റിയില്ല, മനസ്സിലായില്ലേ? അപ്പോ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ, അത് കേന്ദ്രത്തിന്റെ ആണെങ്കിലും സംസ്ഥാനത്തിനാണ്, പിണറായിയുടെ ഫാസിസത്തിനെതിരെ ഏറ്റവും വലിയ പോരാട്ടം നടത്തിയവരല്ലേ. നിങ്ങൾ കണ്ടല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിൽ സമരം നയിച്ച് അദ്ദേഹത്തിന് മർദ്ദനമേൽക്കുന്നതും ജയിലിൽ പോകുന്നതും കണ്ടല്ലോ. പി സരിൻ അതേ കമ്മിറ്റിയിലെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവല്ലേ. എന്തേ പി സരിൻ ഈ സമരത്തിലൊന്നും കണ്ടില്ല? എന്തേ പി സരിൻ ജയിലിൽ പോയില്ല? ഇല്ലേ, അപ്പൊ പുള്ളി പറഞ്ഞത് അങ്ങനെ ജയിലിൽ പോകുന്നത് മാത്രമല്ലല്ലോ രാഷ്ട്രീയം എന്ന് പറഞ്ഞു. ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്. ശരി, മനസ്സിലായി, ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. ആ സീറ്റിൽ പരാജയപ്പെട്ടു. മറുപടി നൽകാം. അതോടൊപ്പം പാർട്ടി ഇ.പിയെ തുടർച്ചയായി അപമാനിക്കുകയായിരുന്നു എന്നുള്ള ശ്രീ എൻ പി ചെക്കുട്ടിയുടെ അഭിപ്രായത്തിനു കൂടി താങ്കളുടെ മറുപടി കേൾക്കണം. ഡോക്ടർ ബി ജയരാജ്, താങ്കളുടെ ഊഴമാണ്, മറുപടി പറഞ്ഞോളൂ. തീർച്ചയായും സ്മൃതി, ഇതിനകത്ത് ബുദ്ധദേവനോടൊക്കെ ഒപ്പം യുവജന പ്രവർത്തനം തുടങ്ങിയൊരു മുതിർന്ന നേതാവാണ് ഇ.പി. ജയരാജൻ എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി മെമ്പറാണ് ഇപ്പോഴും. അപ്പോൾ അദ്ദേഹത്തിനെ എങ്ങനെയാണ് പാർട്ടി അപമാനിക്കുന്നത്? സെൻട്രൽ കമ്മിറ്റിയിൽ നിന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ആകപ്പാടെ മാറിയത് LDF കൺവീനർ എന്നുള്ള സ്ഥാനമാണ്. അത് ആരോഗ്യകരമായ കാരണങ്ങളാൽ കുറച്ച് നാളായിട്ട് ഇ.പി. ജയരാജൻ പാർട്ടി പരിപാടികളിൽ നിന്നൊക്കെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ കോൺഗ്രസ് തന്നെ ഓടിച്ചിട്ട് ആക്രമിച്ച് ട്രെയിൻ ഹൈദരാബാദ് സംഭവം, വെടിവെപ്പും ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അതൊക്കെ അറിയാവുന്നതാണ്. ആ ഒരു കൊലപാതക ശ്രമം, അദ്ദേഹം അതിജീവിച്ച ഒരു കൊലപാതക ശ്രമത്തിനെ കുറിച്ചൊക്കെ ഏത് കാലത്താണെങ്കിലും സ്ട്രെച്ചറിലെങ്ങനെയാണോ എത്തുന്നത് ഷാനി? ഞാൻ പറയുന്നതിൽ സോറി. താങ്കൾക്ക് പരിഹസിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്, താങ്കൾക്ക് അഭിപ്രായം പറയാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്.
പക്ഷേ കേട്ടിരിക്കുന്ന എല്ലാ ആളുകളും വിഡ്ഢികളാണെന്ന് കരുതി താങ്കൾ അഭിപ്രായം പറയരുത്. അത് ശരിയായൊരു നടപടിയല്ല, ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലായ്മയാണ് എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. താങ്കളിലൊക്കെ വിളിച്ച് ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനെയൊക്കെ ഞാൻ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി പുച്ഛത്തോടുകൂടി തള്ളിക്കളയാണ് ചെയ്യുന്നത്. അതിനൊന്നും മറുപടി അർഹിക്കുന്നില്ലത് തന്നെ. ഇനി ഇതിനകത്ത് പാർട്ടി എന്ത് കാര്യത്തിലാണ് EPക്കെതിരെ വേട്ടയാടൽ നടത്തിയത്? പാർട്ടി EPക്കെതിരെ ഒരു വേട്ടയാടൽ നടത്തിയില്ല. EPയുടെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഒരു സഹമാണെന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കേ, എത്ര വട്ടം നടപടി ഉണ്ടായേനെ? പാർട്ടിയിൽ നിന്ന് എത്ര വട്ടം നടപടി ഉണ്ടായേനെ? EP കാണിച്ചിട്ടുള്ള ഓരോ പ്രവർത്തികളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എത്ര തവണ നടപടി എടുക്കുന്ന സമയം കഴിഞ്ഞു. അപ്പോൾ EP ഉയർന്ന നേതാവായതുകൊണ്ടും EP പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരാളായതുകൊണ്ടാണ് പാർട്ടി അത്തരത്തിലുള്ളൊരു സമീപനത്തിലേക്ക് പോകാത്തത്. EP അങ്ങനെ പാർട്ടി വിട്ടു പോവുകയില്ല. യാതൊരു കാരണവശാലും EP മരിക്കുന്നവരെ കമ്മ്യൂണിസ്റ്റായിട്ട് തന്നെ തുടരുന്നൊരു നേതാവാണ്. അതുകൊണ്ട് EP പാർട്ടി വിട്ടു പോകുമെന്നും EPയെ പാർട്ടി ബലിയേടാക്കിയെന്നും ഒക്കെയുള്ള ധാരണകൾ അത് വെറും ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. അല്ലാതെ അതിനെയൊന്നും പാർട്ടി അതിനെ ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് എടുക്കുന്നത്. നാളെ സരിന് വേണ്ടി പ്രവർത്തിക്കാൻ വരുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ആദ്യമായിട്ടൊന്നും വരുന്നത് അല്ലല്ലോ. P സരിൻ ഇപ്പം 1957 തൊട്ടേ പലരും CPMൻ്റെ സ്വതന്ത്രരായിട്ടാണ് മത്സരിച്ചത്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ പല ആളുകളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ട് മത്സരിച്ച് വന്നിട്ടുണ്ട്. ഓരോരുത്തരും വന്നിട്ടുണ്ട്. ശരിയാണ്, നിങ്ങൾക്ക് നേട്ടവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കോട്ടം ഉണ്ടാക്കിയവരുണ്ടല്ലോ. ഇപ്പോൾ സമീപകാല ഉദാഹരണങ്ങളല്ലേ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്? കോട്ട ഉണ്ടാക്കിയ അപൂർവം ചില ആളുകൾ മാത്രം. ഈ അപൂർവത അബ്ദുള്ള കുട്ടി അല്ലെങ്കിൽ പിന്നീട് കോൺഗ്രസിൽ നിന്ന് അബ്ദുള്ള കുട്ടി അല്ലെങ്കിൽ ഇവിടുത്തെ IAS ഓഫീസർ ഇങ്ങനെ ശെൽവരാജ് ഇങ്ങനെയൊക്കെയുള്ള ഒറ്റപ്പെട്ടിട്ടുള്ള ചില പോയിട്ടുണ്ട്. അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്, 2-3 പേര്. ഭൂരിപക്ഷ ആളുകളും മത്സരിച്ചിട്ടുള്ള ആളുകളാണ്. PV അൻവർ. അതെ, അൻവറിന്റെ കാര്യം അതൊക്കെ വാസ്തവം തന്നെയാണ്. പക്ഷെ ആ ഒരു ഘട്ടത്തിൽ എല്ലാ ആളുകളെയും ആ ഒരു ടാഗ് ലൈനിൽ കൊണ്ടൊന്നും കെട്ടാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയുള്ള ഒരാളല്ലല്ലോ ഇദ്ദേഹം. വളരെയധികം ക്രെഡിബിലിറ്റിയുള്ള ഒരു IAS ഓഫീസറായിരുന്നു. അതുമല്ല ചുമ്മാതെ ഒരാളെ യാതൊരു ഇതും ഇല്ലാത്ത ഒരാളെ KPCCയുടെ അതിന്റെ സൈബർ സെല്ലിന്റെ ചെയർമാനായിട്ട് വെക്കുമോ? അങ്ങനെയൊന്നും വെക്കത്തില്ലല്ലോ. പാർട്ടിയിൽ നിന്ന് മാറിപ്പോയപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അവർക്കുണ്ടാകുന്ന പരിഹാരം EP ഒന്നും അങ്ങനെ എഴുതിയിട്ടില്ലെന്നാണ് EP പറയുന്നത്. EPയുടെ അതിനകത്ത് അഡീഷൻസ് ഉണ്ടായെന്നാണ് EP ഏറ്റവും അവസാനം പറഞ്ഞ മറുപടി. അതിനിപ്പോൾ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തപ്പം ഇത് ഞാൻ കേട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് അഡീഷൻസ് ഉണ്ടായിട്ടുണ്ട്. EP പറഞ്ഞിട്ടില്ലാത്ത പല കാര്യങ്ങളും എഴുതി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് പ്രസാധകൻ ആരാണോ ഉള്ളതെന്നൊക്കെ ഉള്ളത് DC ബുക്സിൻ്റെ DC രവി വിളിച്ച് നോക്കിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും. അതാണ് അതിനകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാരിഫിക്കേഷൻ. തീർച്ചയായും DC ബുക്സ് ഇക്കാര്യത്തിൽ ക്ലാരിറ്റി വരുത്തേണ്ടതാണ്. താങ്കളോടൊരു ചോദ്യമുണ്ട് അദ്ദേഹത്തിന്. താങ്കളോടൊരു ചോദ്യമുണ്ട് ശ്രീ രാജു പിന്നാലെ. രാജു ചോദിച്ചോളൂ. ശ്രീ ജയരാജ്, എൻ്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഈ ആത്മകഥ എൻ്റേതല്ല, എൻ്റെ ആത്മകഥ ഇങ്ങനെയല്ല എന്നുള്ള നിലപാടിൽ നിന്ന് മാറി ഈ ആത്മകഥ എൻ്റേതാണ് പക്ഷെ ചില വെട്ടിത്തിരുത്തുകളുണ്ട് എന്ന നിലപാടിലേക്ക് നിങ്ങൾ ഈ ചർച്ചയിൽ മാറിയോ? അല്ല, ഞാൻ മാറിയതല്ല. EP തന്നെ പറഞ്ഞതാണ്. EP തന്നെ ഫോൺ ചെയ്ത് പറഞ്ഞതാണ്. ഞാൻ ആദ്യം എന്താ സ്മൃതി പറഞ്ഞത്? പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞത് എന്താ? ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ സമ്മർദ്ദത്തിൽ EP ജയരാജന് ഇങ്ങനെ പറയേണ്ടി വന്നു. ഇത് മാറ്റി പറയും, ഒരു സംശയവും വേണ്ട. മാറ്റി പറയുന്നത് ഈ മണിക്കൂറുകൾക്കുള്ളിൽ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാമല്ലോ. ഇതെന്റെ ആത്മകഥയാണ്. ശരി ഡോക്ടർ പി ജയരാജ്, പക്ഷേ ഇതൊരു ഡാമേജ് ഉണ്ടാക്കുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ ഡാമേജ് ഉണ്ടാക്കിയോ ഇനി ഉണ്ടാക്കുമോ എന്നുള്ള ചോദ്യമുണ്ടല്ലോ ഡോക്ടർ പി ജയരാജ്. പർപ്പസ് സർവേ ചെയ്തെന്ന് വേണമെങ്കിൽ പറയും. തെരഞ്ഞെടുപ്പിൽ ഡാമേജ് ഉണ്ടാക്കുമോ? ഇതിനകത്ത് ഇനിയിപ്പം പാലക്കാട് നടക്കാനിരിക്കുന്നില്ലേ ഉണ്ടാകത്തില്ല. അതുപോലെ അല്ല ജാവദേക്കറിന്റെ സന്ദർശനവും ഇതുമായിട്ട് താരതമ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ജാവദേക്കറിന്റെ സന്ദർശനം എന്ന് പറയുന്ന ഒരു BJP നേതാവ് വീട്ടിൽ പോയി കണ്ടു എന്ന് പറയുന്ന ഒരു ആരോപണമാണ്. BJPയുമായിട്ട് CPMന് ഒരു ബാന്ധവം എന്ന് പറയുന്ന കേരളത്തിലെ സെക്യുലറായിട്ടുള്ള സമൂഹം ആകെപ്പാടെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരേ ഒരു പാർട്ടി CPM ആണ്. അവരങ്ങനെ ഒരു ഇത് നടത്തിയിട്ടുണ്ട്, ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അത്യന്തമായ തെറ്റാണെന്ന് തന്നെയാണ് കേരള സമൂഹം കാണുന്നത്. പാർട്ടി സമ്മേളനം നടക്കാനിരിക്കുന്നു. ഇനിയിപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗത്വം എന്നുള്ളത് ഇനി അവസാനിക്കുകയാണ്, അതിന്റെ കാലാവധി അവസാനിക്കുകയാണ്. EPയെ സംബന്ധിച്ച് ഇനി സ്ഥാനമാനങ്ങൾ എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രായപരിധിയുമായി വെച്ച് നോക്കുമ്പോൾ ഇനി അവസാനിക്കുകയാണ്. EPയെ സംബന്ധിച്ച് ഈ പാർട്ടിയിൽ നിന്നും
തനിക്ക് അവഗണനയാണ് ഉണ്ടായിട്ടുള്ളത് എന്നൊരു വിലയിരുത്തൽ ഇ പി നടത്തുന്നുണ്ട്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ് വേണ്ടത്. അപ്പോൾ പാർട്ടിയിൽ നിന്ന് ഇറങ്ങുക എന്നൊരു തോന്നലിൽ എഴുതിയ ഒരു പുസ്തകം പിന്നീട് അത് വിവാദമാകുന്ന ഘട്ടത്തിൽ അത് നിഷേധിക്കേണ്ട സാഹചര്യം പിന്നെ എന്താണ്? അങ്ങനെ ഈ ഇറങ്ങിപ്പോകുമ്പോൾ പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് കൃത്യമായി പറഞ്ഞു വച്ചിരിക്കുന്നു. പിന്നെ എന്തിനാണ് പിന്നാക്കം പോകുന്നത്? ഒന്നാമത്തെ കാര്യം, അദ്ദേഹം ഇന്നും CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിൽ ഇനി ഉണ്ടാവാനിടയില്ല. പല കാരണങ്ങളാൽ അദ്ദേഹം ഉണ്ടാവാനിടയില്ല. പക്ഷേ അതൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ കേരളത്തിൽ ജീവിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ ചെറുപ്പകാലം മുതലേ വന്നിട്ടുള്ള ഏതാണ്ട് നൂറ്റാണ്ടിലേറെ കാലം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാൾക്ക് പാർട്ടിയോട് പൂർണ്ണമായിട്ടും വിട്ടുപോകുക എന്നുള്ളത് വൈകാരികമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതേ സമയത്ത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ കേരളത്തിലെ പാർട്ടി ലീഡർഷിപ്പിൽ നിന്ന് പാർട്ടി നേതൃത്വം നേരിട്ടിരിക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ള അപമാനങ്ങൾ, അത് ഒന്നും രണ്ടൊന്നും അല്ല. LDF കൺവീനറുടെ വിഷയം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കാര്യം ദേശാവാനി വിഷയം തന്നെ. അദ്ദേഹം പറഞ്ഞത് 100% വാസ്തവമാണ്. ദേശാവാനി ആ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ, അതിനെ വലിയ സ്ഥാപനമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് EP. അതൊന്നും പാർട്ടി ഇപ്പോൾ കാണുന്നില്ല. മാത്രമല്ല, ഇടതുപക്ഷ LDF കൺവീനർ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മോശമാണ്. ഇപ്പം വലിയ കൺവീനറാണല്ലോ വേറെ വന്നിരിക്കുന്നത്. എന്ത് പ്രവർത്തനം, എന്ത് ആകാശം മുറിക്കുന്ന പ്രവർത്തനം ഇപ്പം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അനാവശ്യമായിട്ട് ഒരു രാഷ്ട്രീയ നേതാവിനെ അപമാനിക്കാൻ വേണ്ടി നടത്തുന്ന പ്രചാരവേലകളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായിട്ട് ഇനി അദ്ദേഹത്തിന് പ്രവർത്തനം വേണ്ടി കാര്യങ്ങൾ വിട്ടു പറയണമെങ്കിൽ അദ്ദേഹം പാർട്ടി വിട്ട് പുറത്തു വരണം. അത് എന്ന് സംഭവിക്കും എന്ന കാര്യത്തിൽ മാത്രമാണ് എനിക്ക് സംശയം. അദ്ദേഹത്തിന് ആ പാർട്ടിയിൽ ഇനി തുടരാൻ ഒരു സാധ്യതയുമില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. ശരി, വളരെ നന്ദി ശ്രീ NP ചെക്കുട്ടി, രാജു P നായർ, ഡോക്ടർ B ജയരാജ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.